Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay, who is going to do prayer? Please start. ഞാൻ ചെയ്യാം, ma'am. There shall be showers of blessing. This is the promise of love. There shall be season refreshing, sent from the Savior above. Showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Mercy drops round us are falling, but for the showers we plead. Good morning, ma'am. Good morning, all. If you work hard, your success is waiting for you. Signing by Sudavi. Okay, fine. Any other who wish to do signing? Man, I will do. Okay, fine. What you decide to make sure you it, what you decided to make sure it make you happy. It means that the main purpose of human life is happiness. Therefore, we choose a work we make sure which gives happiness. Life become very enjoyable. നിങ്ങൾ എന്ത് തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും തീരുമാനിച്ചാലും അത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നു എന്ന് നിങ്ങൾ ഉറപ്പാക്കുക. മനുഷ്യ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം സന്തോഷമാണ്. അതിനാൽ സന്തോഷം നിറഞ്ഞ ഒരു ജോലി തിരഞ്ഞെടുക്കുമ്പോൾ ജീവിതം വളരെ ആസ്വാദ്യകരമാകുന്നു. സൈനിങ് ബൈ മായ. Okay, that's very nice. Peace and harmony. അത് തന്നെയാണ് മോണ്ടിസോറി മെത്തേഡിന്റെ എയിം. അത് തന്നെ പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. പറഞ്ഞുകൊണ്ടിരുന്നത് അതിനെ കുറിച്ചായിരുന്നു അല്ലെ മറിയ മോണ്ടിസോറി എന്തിനാണ് ഇങ്ങനെ ഒരു മെത്തേഡ് ഡിസൈൻ ചെയ്തത്, അത് ചിന്തിക്കാനുണ്ടായ സാഹചര്യങ്ങൾ, 2 വേൾഡ് വാർ കണ്ട് അവരതിന്റെ വിഷമങ്ങൾ. യെസ് റെനി, ഞാൻ വിചാരിച്ചെന്തോ മോണ്ടിസോറി മെറ്റീരിയൽസ് എന്തോ കാണിക്കുവാന്ന്, എനിക്കെന്തോ കളർ പോലെ എന്തോ കണ്ടു. ഓക്കെ, ഫൈൻ. സോ നിങ്ങളുടെ അസൈൻമെന്റ് ആക്ടിവിറ്റീസ്, റെക്കോർഡ് റൈറ്റിംഗ് എല്ലാം എങ്ങനെ പോണു? സെക്കൻഡ് റെക്കോർഡ് സ്റ്റാർട്ട് കഴിഞ്ഞു മാം. ഇപ്പൊ സ്റ്റോറി എഴുതാനാ തുടങ്ങാൻ പോവുക. സർവേയുടെ ടോപ്പിക് ഇട്ടിട്ടില്ലായിരുന്നു മാം. ഞാൻ ഇട്ടില്ല, അതൊന്ന് എഡിറ്റ് ചെയ്യണം. അതിനൊന്ന് ഇരുന്ന് എഡിറ്റ് ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടി. ഒരു യെസ് ഓർ നോയും പിന്നെ സംടൈംസും കൂടെ വേണമല്ലോ. എപ്പോഴും യെസ്സും എപ്പോഴും നോവും അല്ലെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അതുമല്ല, അതൊരു വേർഡ് ഡോക്യുമെന്റിലേക്ക് മാറ്റിയിട്ട് തരുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്ത ക്വസ്റ്റ്യൻസ് മാറ്റാം, ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്യുകയൊക്കെ ചെയ്യാലോ. അപ്പൊ അങ്ങനെ ഒന്ന് ആക്കിയിട്ട് അത് മാത്രം ഒറ്റ പേജാക്കി, ഒറ്റ പേജ് അല്ല ഒറ്റ വേർഡ് ആയിട്ട്, കാരണം ഞാൻ അതിനകത്ത് കുറച്ച് മെസ്സേജസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻസ്ട്രക്ഷൻസ്. അത് സെപ്പറേറ്റ് ആക്കണം. അതിന് കുറച്ചൊരു സമയം എടുക്കും. എനിക്ക് വേറെ പല അത് ചെയ്യേണ്ടത് കൊണ്ട് അതങ്ങോട്ട് പെൻഡിങ് ആയിപ്പോയി. ഓക്കെ, സോ മോണ്ടിസോറി തിയറി ആൻഡ് മെത്തേഡ്. ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ഞാൻ ചോദിച്ചോന്ന് എനിക്ക് ഓർമ്മയില്ല, നിങ്ങളുടെ ആർട്ട് ക്രാഫ്റ്റ് ഏരിയയില് ചെയ്യാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ലൈക്ക് ഫാബ്രിക് പെയിന്റിങ്, ഗ്ലാസ് പെയിന്റിങ്, ഒറിഗാമി, പേപ്പർ ക്രാഫ്റ്റുകളൊക്കെ ഇല്ലേ, അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? എന്റെ മോൻ ചെയ്യും, മിസ് എനിക്കറിയില്ല. പേപ്പർ ക്രാഫ്റ്റ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്യും. മോന് എന്താ പഠിക്കുവാണോ?
6th സ്റ്റാൻഡേർഡിലാണ്. ഓക്കെ. അവന് അവധി ദിവസം വരണോ അല്ലേ? അവധി ദിവസം നമ്മുടെ ക്ലാസ്സിന് പഠിപ്പിക്കാൻ പറ്റുമെന്ന് അറിയാനായിരുന്നു. മിസ്സേ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പൊ എനിക്ക് ഇന്നലെ വെറുതെ ഇരുന്നിട്ട് അവനെ ഒരു പേപ്പറിൽ വെട്ടിയിട്ട് ഇത് എന്താ പറയാ കളർ ചെയ്തിട്ട് പറഞ്ഞോട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം മാം. ഇന്നലെ വെറുതെ ഇരുന്നിട്ട് വെട്ടിയിട്ട് വെറുതെ എന്റെ ക്രയോൺസ് എടുത്തിട്ട് കാണാൻ പറ്റുന്നുണ്ടോ മാം? ഇങ്ങനെ ഫ്രോഗ്, ബട്ടർഫ്ലൈ അങ്ങനെ കുറെ ഉണ്ടാക്കും. നമുക്ക് ഇതുപോലെ അറിയുന്നവരെ നമ്മൾ ക്ലാസ്സിൽ തന്നെ മറ്റുള്ളവരെ ഒന്ന് ട്രെയിൻ ചെയ്യിക്കണം. അത് നമ്മുടെ കോഴ്സിന്റെ ഒരു ഭാഗവും കൂടിയാണ്. ഫാബ്രിക് പെയിന്റിംഗ് ഒക്കെ ഞാൻ വേണമെങ്കിൽ ചെയ്തു തരാം. ഗ്ലാസ് പെയിന്റിംഗ് ഒക്കെ നമ്മുടെ പെട്ടിലെ ബാച്ചിൽ ഇത് അറിയാവുന്നവര് തന്നെയാണ് ക്ലാസ് അന്നത്തെ ദിവസം ലീഡ് ചെയ്യുന്നത്. അവര് തന്നെ എല്ലാരെയും ഏത് ദിവസമാണെന്ന് നിങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിട്ട് അത് ചെയ്യേണ്ടത് മെറ്റീരിയൽസ് ഇപ്പൊ ക്ലാസ്സിൽ ഇത് ചെയ്യാൻ ആഗ്രഹമുള്ളവരെ മെറ്റീരിയൽസ് എന്തൊക്കെയാന്ന് മനസ്സിലാക്കി അതൊക്കെയായിട്ട് ക്ലാസ് തന്നിരിക്കും. അന്ന് ക്ലാസ് നമ്മൾ ഇത് ചെയ്യും. അതാണ് ചെയ്തത്. ഫാബ്രിക് പെയിന്റിംഗ് അറിഞ്ഞിരിക്കണം, ഗ്ലാസ് പെയിന്റിംഗ് അറിഞ്ഞിരിക്കണം, പിന്നെ ഡോളൊക്കെ ഉണ്ടാക്കില്ലേ നമ്മൾ സ്പഞ്ച് കൊണ്ട്, അതെല്ലാം ചെയ്യുന്നതാണ്. പ്രതീക്ഷ അങ്ങനെ പറയാനാണോ? എന്തോ ഞാൻ ഇപ്പം ഒരു ഫാഷൻ ഡിസൈനിങ്ങിന്റെ ഒരു കോഴ്സും കൂടെ ഇതിന്റെ ഒപ്പം ചെയ്യുന്നുണ്ട്. അപ്പൊ അതും ഒരു 1 year കോഴ്സാണ്. അതിൽ ഈ ഫാബ്രിക് പെയിന്റിങ്ങും ഗ്ലാസ് പെയിന്റിങ്ങും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അതിപ്പോ ആയിട്ടില്ല. നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. പിന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നോ മാസ്ക് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞിരുന്നോ? ഇല്ല, പറഞ്ഞിട്ടില്ല. മീൻസ് മൗത്ത് മാസ്ക് അല്ല, ഫേസ് മാസ്ക്. അതായത് നമ്മൾ കുട്ടികൾക്ക് പലപ്പോഴും സ്റ്റോറി നറേറ്റ് ചെയ്യും. അത് ത്രൂ ആക്ഷൻസിലൂടെ നമ്മൾ സ്റ്റോറി നറേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ കുട്ടികളെ കൊണ്ട് തന്നെ ഇനാക്ട് പ്ലേ, റോൾ പ്ലേ പോലെ നമ്മൾ സ്റ്റോറി ചെയ്യിക്കും. അപ്പൊ ഈ സ്റ്റോറിയിൽ വരുന്ന കുട്ടികളായതുകൊണ്ട് സ്റ്റോറിയിൽ വരുന്ന ക്യാരക്ടേഴ്സിനനുസരിച്ച് ആണെങ്കിൽ അവർ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ കൗ, റാബിറ്റ് അങ്ങനെയൊക്കെ വരുമ്പോ അവരുടെ ഒരു മാസ്ക് ഉണ്ടെങ്കിൽ അത് മുഖത്ത് വെക്കുമ്പോ അവർക്ക് ആ ഫീല് കുറച്ചുകൂടെ കിട്ടും. ശരിയല്ലേ? 4 ക്യാരക്ടേഴ്സ് ഉണ്ട് നമ്മൾ പറയാൻ പോകുന്ന സ്റ്റോറിയിൽ എന്ന് വിചാരിക്കുക. 4 അനിമൽ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ആ അനിമൽസിന്റെ ഒരു മാസ്ക് നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ അത് കുട്ടികളെ കൊണ്ട് തന്നെ നമ്മൾ അഭിനയിപ്പിക്കുമ്പോൾ അവർക്ക് രസമായിരിക്കും. ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി പറയണ്ടായിരുന്നു, ഒരു ട്രെയിനി പറയുന്നുണ്ടായിരുന്നു, മറ്റേ ആമയും മുയലും കഥ അല്ലെ, എത്ര കേട്ടാലും നമുക്കും രസമാണത്. ഇപ്പോഴും നമ്മുടെ ചെറുപ്പത്തിലേ തുടങ്ങി നമ്മൾ കേൾക്കുന്നതാ. പക്ഷെ ഇപ്പോഴും നമുക്ക് അതിന്റെ പല പല വേർഷൻസ് വന്നു അല്ലെ. ആമ ജയിച്ചതും പിന്നെ രണ്ടാമതും ആമ ജയിച്ചതും പിന്നെ മുയല് ജയിച്ചതും ആ രീതിയിലൊക്കെ പല പല വേർഷൻസ് കഥകൾ വന്നെങ്കിലും ആ പഴയ ആമയും മുയലും കഥ അത് റൈംസ് ആയിട്ട് ഇറങ്ങി, സ്റ്റോറി പല രീതിയിൽ ഇറങ്ങി. അപ്പൊ അതൊക്കെ ആ ക്യാരക്ടർ വെച്ച് ചെയ്യിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടവും. ഞാൻ അന്ന് ചെയ്ത ഒരു കവിന്റെ ഫേസ്, നമ്മൾ എന്ത് കഥയാണോ പറയാൻ പോകുന്നത് അതിലെ ക്യാരക്ടേഴ്സ് നമുക്ക് മാസ്ക് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുട്ടികളെയൊക്കെ അറേഞ്ച് ചെയ്ത് നമുക്ക് അവരെ കൊണ്ട് തന്നെ ഒരു റോൾ പ്ലേ പോലെ നമുക്ക് ചെയ്യിക്കാം. വരയ്ക്കുന്ന കാര്യത്തിൽ തന്നെ എന്തോ മാം ഉണ്ടാക്കിയത് ചാർട്ട് പേപ്പറിലാണോ? ഇത് ചാർട്ട് പേപ്പർ ആണ്. പക്ഷെ നമ്മൾ ഇത് കുറച്ചുകൂടെ ഒന്ന് സേഫ് ആക്കാനായിട്ട് കാർഡ്ബോർഡും കൂടെ ഒട്ടിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഈ വര ഇച്ചിരി പ്രശ്നമുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അന്ന് പറഞ്ഞു തന്നെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പേപ്പർ ഇങ്ങനെ മടക്കിയിട്ട് ഇത്രയും പോർഷൻ മാത്രം വരയ്ക്കുക. നമുക്ക് വരയ്ക്കാൻ എളുപ്പമായിരിക്കും. കാരണം എപ്പോഴും വരയ്ക്കുമ്പോൾ എനിക്ക് പറ്റുന്നൊരു പ്രശ്നം ഞാൻ പറയാം, 2 സൈഡ് ഒരേപോലെ വരില്ല. ഇങ്ങനെ വരച്ചിട്ട് മടക്കി വെച്ചിട്ട് വരച്ചിട്ട് ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നിവർത്തുമ്പോ 2 സൈഡ് ഒരുപോലെ ആവുമല്ലോ. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായി മാം.
അപ്പൊ ആ രീതിയിൽ നമുക്ക് ഫേസസ് വെക്കാം. അപ്പൊ അത് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിരിക്കും. നല്ലപോലെ വരയ്ക്കാൻ അറിയാവുന്നവർക്ക് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ചെയ്യാം. ഇത്തിരി വരയ്ക്കൽ ബുദ്ധിമുട്ടാവുന്നവർ മാത്രം ഇതുപോലെ ഒന്ന് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഇതുപോലെ അനിമൽ ബേർഡ്സിന്റെ ഒക്കെ അങ്ങനെയൊക്കെ നമുക്ക് അതൊക്കെ വരയ്ക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ജസ്റ്റ് മോഡൽ കാണിക്കാൻ വേണ്ടി കാണിച്ചാണ്. ഇതിപ്പോ ഫേസ് വെക്കാന്ന് വെച്ചാൽ പെട്ടെന്ന് കീറിപ്പോവും. അതിനനുസരിച്ച് സെക്യൂർ ചെയ്യാം. പിന്നെ ചെവിയുടെ ഭാഗത്ത് ഹോൾ ചെയ്തിട്ട് നമുക്ക് ഈ വേദന എടുക്കാത്ത രീതിയിലുള്ള ഒരു വലിയുന്നൊരു ത്രെഡ് പോലത്തെ കിട്ടുമല്ലോ, സാധാരണ മാസ്കിലൊക്കെ ഉണ്ടാവാറില്ലേ, തൊപ്പികളിലൊക്കെ ചിലപ്പോൾ കാണില്ലേ, ചില പെട്ടെന്ന് ഡിസ്പോസിബിൾ പോലത്തെ തൊപ്പി, ഈ ക്രിക്കറ്റ് ഒക്കെ കാണാൻ ഫുട്ബോളൊക്കെ കാണാൻ ചെയ്തപ്പോ അവിടെ നമുക്ക് ഇങ്ങനെ കിട്ടില്ലേ, അതുപോലത്തെ ആ ത്രെഡ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഒരു സ്കൂള് നടത്തുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചർ പറഞ്ഞു ഇങ്ങനെ ചെയ്യാന്ന്, അതായത് ഒരു ചെറിയൊരു സ്റ്റിക്കർ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അത് പിടിച്ചിങ്ങനെ കുട്ടികള് കളിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു അവർക്ക് കൈ വേദന എടുക്കില്ലേന്ന്, പിന്നെ അത്രയും സമയം കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണ്ടേ. അപ്പൊ ആ ടീച്ചർ പറഞ്ഞു ഇല്ല, അത് അവർക്ക് ഭയങ്കര ഇഷ്ടാവും. കാരണം ഒരു പക്ഷെ മുഖത്തിരിക്കുമ്പോ അവർക്കൊരു ഇറിറ്റേഷൻ വന്നാലോ, അല്ലെ, മുഖത്ത് ഇങ്ങനെ ടച്ച് ആയിട്ടിരിക്കുമ്പോ അവർക്കൊരു ബുദ്ധിമുട്ട് വന്നാലോ, അപ്പൊ അവരിങ്ങനെ കൈ മാറ്റി കൈ അവർക്ക് ഇച്ചിരി ഒരു പ്രശ്നം വരുവാണെങ്കിൽ കുഞ്ഞു കൈയല്ലേ, ഈ കയ്യിൽ പിടിക്കും, പിന്നെ കുറച്ച് ഈ കയ്യിൽ പിടിച്ച് അങ്ങനെ അവരത് ഫുൾ കളിച്ചോളൂന്ന് ആ ടീച്ചർ പറയുന്നുണ്ടായിരുന്നു ക്ലാസ്സിൽ. സോ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് അത് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന നല്ല രസമുള്ള കഥകളിലെ ക്യാരക്ടേഴ്സ് ഇതുപോലെ മാസ്ക് ഒക്കെ ഉണ്ടാക്കി അങ്ങനെ ഓരോരോ ജോലിയായിട്ട് ചെയ്ത് വെച്ചു, അല്ലെങ്കിൽ അവസാനം ആവുമ്പോഴേക്കും നമുക്കത് ബുദ്ധിമുട്ടാവും. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് തുടങ്ങിയോ, ചെയ്തു കഴിഞ്ഞു? ചെയ്തു മിസ്സേ, സാൻഡ് പേപ്പർ ലെറ്റർ ചെയ്തു അല്ലേ. പിന്നെ നമുക്ക് ബീഡ്സ് ചെയ്യണം. ബീഡ്സ് ഹാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഒന്ന് കാണിച്ചു തരുമോ? ചെയ്താല് ശരി. ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചോ, എന്തെങ്കിലും ഉണ്ട്? ഇപ്പൊ കാണിച്ചു തരാവേ. മാം ഇതൊക്കെ എപ്പോഴാ ചെയ്യാൻ തുടങ്ങുന്നത്? ഇപ്പോഴേ തുടങ്ങിക്കോളൂ, അല്ലെങ്കിൽ നമുക്കേ അവസാനം ആകുമ്പോഴേക്കും എല്ലാം കൂടി ആവുമ്പോ റെക്കോർഡും എഴുതണം. എല്ലാം നിങ്ങൾ സമയം കിട്ടുമ്പോ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമുക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള ബീഡ്സ് വാങ്ങാനായിട്ട് കിട്ടും. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഇതൊരു നല്ല ബ്രൈറ്റ് പിങ്ക് ആണ്. കുറച്ചുകൂടെ കളർ ഉണ്ട് കേട്ടോ, വീഡിയോയിൽ എനിക്ക് എത്ര കളർ കാണും. അതെ, സാൻഡ് പേപ്പർ ലെറ്റർ കണ്ടോളൂ, അത് കഴിഞ്ഞ് ഞാനിത് പറയാം. ഫർസാന കാണിക്കുന്നുണ്ട് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്. എന്റെ ഫോട്ടോ മാത്രമേ കാണുന്നുള്ളൂന്നോ? അതായത് ഞാൻ സ്റ്റില്ലായിരിക്കുന്ന ഫോട്ടോയാണോ? എന്റെ പ്രൊഫൈൽ പിക്ക് മാത്രമേ കാണുന്നുള്ളൂ? അല്ല മിസ്സേ, കേൾക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ മിസ്. ഒരു മെസ്സേജ് വന്നു, റെനിയാണോ? റെനിക്ക് എന്റെ ഫോട്ടോ മാത്രമേ കാണുന്നുള്ളൂ, അവിടെ കാണിക്കുന്നതൊന്നും കാണുന്നില്ല. ഫർസാന കാണിച്ച് സാൻഡ് പേപ്പർ ലെറ്ററും റെനി കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ റെനിയുടെ അവിടുത്തെ നെറ്റ്വർക്കിന്റെ പ്രശ്നമായിരിക്കാം. നെറ്റിന്റെ പ്രശ്നമായിരിക്കും മാം. അതെ, ഒന്നിനും ഒന്ന് ലീവ് ചെയ്ത് കയറുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുറച്ച് ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടില് അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് എവിടെയാണോ നല്ലൊരു നെറ്റ്വർക്ക് ഉള്ളത് എന്നുള്ളത്, അല്ലേ? മാം അത് നെറ്റ്വർക്കിന്റെ ആയിരിക്കും. എന്താന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം കറണ്ട് പോയപ്പോ മാമിന്റെ പിക്ക് മാത്രമേ കാണുള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ വൈഫൈ ഡിസ്കണക്ട് ആയേ, അപ്പൊ നെറ്റ് ആയതുകൊണ്ട് മാമിന്റെ സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ. അത് ശരി. ഫർസാന കാണിച്ച സാൻഡ് പേപ്പർ കണ്ടല്ലോ, ഞാൻ ബീഡ്സിന്റെ കാണിച്ചു തരാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ സാൻഡ് പേപ്പർ ലെറ്ററും അതുപോലെ തന്നെ ബീഡ്സിന്റെ ഈ നമ്പർ ബീഡ്സും നമുക്ക് മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയലിൽ ഉള്ള 2 എണ്ണമാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ലോ കോസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാ. ബാക്കിയെല്ലാം നല്ല കോസ്റ്റ് ഉള്ളതാ. ബാക്കിയുള്ളതൊക്കെ ഉടന്റെ ഒക്കെയാണ്. അപ്പൊ അതൊക്കെ ഭയങ്കര കോസ്റ്റ് ആണ്. വേറെ ക്ലാസ്സിനൊന്നും പ്രശ്നമില്ല, എന്റെ ക്ലാസ്സാണോ? അയ്യോ, അതെന്താണോ? വേറെ ക്ലാസ് ഒക്കെ ഏത് സമയത്താണ് ഇനി അറ്റൻഡ് ചെയ്യുന്നത്? വൈകിട്ടാണോ? അതോ ഈ സമയത്ത് തന്നെ മോണ്ടിസോറിയുടെ മറ്റു ടീച്ചേഴ്സിന്റെ ക്ലാസ് ആണോ? മാം എനിക്കും ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മാമിന്റെ പിക്ചറിൽ കാണുന്ന സമയത്ത് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഫുൾ സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തു. അപ്പൊ എനിക്ക് കാണാൻ പറ്റുമായിരുന്നു. ഓക്കെ, നീ കേട്ടല്ലോ ഫ്രഞ്ചു പറഞ്ഞത്. എന്റെ ഇത് വരുന്നതിന്റെ അവിടെ 3 ഡോട്ട്സ് ഉള്ളതിൽ അല്ലേ? അതോ താഴെ നമ്മൾക്ക് കുറെ ഓപ്ഷൻസ്?
മൈക്ക് ഞാൻ മാമിന്റെ ത്രീ പിക്ചറിൽ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫുൾ സ്ക്രീൻ കൊടുത്തു. സ്ക്രീൻ. യെസ്. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കേ. ശരിയായോ റെനി? റെനി ചെയ്യുവാണോ? റെനിക്ക് ഒരാൾക്ക് ഈ പ്രോബ്ലം ഉള്ളോ? ഈ സമയം ശരിയായില്ല. ഓക്കെ. ലീവ് ചെയ്ത് കയറിയിട്ടും ശരിയായില്ലേ? ഓക്കെ. ഇല്ല. നമുക്കിതെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും? നെറ്റ്വർക്ക് ഇഷ്യൂ. നോക്കൂ. കാരണം ബാക്കി ആർക്കും പ്രശ്നമില്ല, റെനീന്റെ മാത്രം പ്രോബ്ലം ഉണ്ട്. മൊബൈലിൽ നിന്നല്ലേ കാണുന്നേ ക്ലാസ്? ഓക്കെ. നോക്കൂ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്ക് ചില ലിമിറ്റേഷൻസ് കാരണം ഇത് എന്തൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്ന മനസ്സിലാണില്ല. ഓക്കെ. നുസ്രത്ത് വർക്ക്സ് എന്താ ഉദ്ദേശിച്ചത്? ബീഡ്സിന്റെ ആണോ? സാൻഡ് പേപ്പർ ചാർട്ട് യൂസ് ചെയ്ത അനിമൽസ് ക്യാരക്ടർ. റിനി ഒന്ന് ശരിയാവാൻ നോക്കാം. എന്നിട്ട് നമുക്ക് ബീഡ്സിന്റെ കാര്യം പറയാം. ബീഡ്സ് ഇല്ല, ബീഡ്സിന്റെ ഞാൻ പറയാൻ വരുമായിരുന്നു. അപ്പോഴാണ് റെനിയുടെ നെറ്റ്വർക്ക് ഇഷ്യൂ കേട്ടത്. അതൊന്ന് ശരിയാവട്ടെ എന്ന് കരുതി ഒരു 1-2 മിനിറ്റ്സ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഇങ്ങനത്തെ മാല കുറെ ഇടുമായിരുന്നില്ലേ? ഇങ്ങനത്തെ മുത്തിന്റെ വൈറ്റ് കളറ്, ചെറിയ തിളക്കമൊക്കെ ഉണ്ടാവും. ഒരു സംശയം ചോദിച്ചോട്ടെ, ക്യാപിറ്റൽ ലെറ്റർ മാത്രം ചെയ്താൽ മതിയോ അതോ സ്മോൾ ലെറ്ററും ചെയ്യണോ സാൻഡ് പേപ്പറില്? സ്മോൾ ലെറ്ററും വേണം. അപ്പൊ സ്മോൾ ലെറ്റർ കട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ചിലത് പറയുണ്ടായി. സ്മോൾ ലെറ്ററും ശരിക്കും മോണ്ടിസോറി മെറ്റീരിയൽ ലോവർ കേസും വേണം. അക്ഷരം ചെയ്യണോ? അതല്ലേ കുട്ടികൾക്ക് എഴുതാൻ വലിയ ബുദ്ധിമുട്ട്. അത് ചെയ്യണോ? മലയാളം അല്ലേ? വേണ്ട. മലയാളം നമ്മൾ ചെയ്യുന്നോണ്ട് നല്ലതാ. കാരണം നമ്മുടെ നാട്ടിൽ മലയാളം പഠിപ്പിക്കുന്നുണ്ടല്ലോ. അറിയാം, മോണ്ടിസോറി ഇറ്റലിയിലായിരുന്നു. അപ്പൊ അവര് കോമൺ ആയിട്ട് ഇംഗ്ലീഷ് എന്നുള്ള മീഡിയം എടുത്തിട്ടാണ് അവര് ചെയ്തത്. നമ്മൾ മലയാളത്തിൽ അത് ചെയ്യുവാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. പക്ഷെ മലയാളമൊക്കെ ഒക്കെ സാൻഡ് പേപ്പറിൽ എങ്ങനെ വിട്ടിയെടുക്കുന്നതിനാലോ ഭയങ്കര പാടായി. സാൻഡ് പേപ്പർ ഇല്ലാതെ നമുക്ക് ചെയ്തൂടെ? സാൻഡ് പേപ്പർ അല്ലാതെ നമുക്ക് ചാർട്ട് പേപ്പറിൽ ഇതേപോലെ ഒട്ടിച്ചാ പോരെ? കാർഡ്ബോർഡ് വിതറി കൊടുത്താലും മതിയല്ലോ മാം. എന്താ ഒന്നുകൂടെ? ലെറ്റർ എഴുതിയിട്ടേ അതിന്റെ മുകളിൽ നമ്മൾ ഗമ്മ തേക്കുക, എന്നിട്ട് അതിന്റെ മുകളിൽ സാൻഡ് ഇട്ടാലും നമുക്ക് ആ ഒരു ഇത് കിട്ടൂലേ? യെസ്, നല്ലൊരു ഐഡിയ അത്. വെരി ഗുഡ്. ഒരു മെസ്സേജ് വന്നു. മാം എന്താ പറയുന്നേ? നെറ്റ് ഇഷ്യൂ കാരണം ക്ലാസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതായത് ഞാൻ ജസ്റ്റ് ചോദിക്കുമായിരുന്നു, ഫാബ്രിക് പെയിന്റിംഗ് അറിയോ, ഗ്ലാസ് പെയിന്റിംഗ് അറിയോ, അതുപോലെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വർക്കുകൾ എന്തെങ്കിലും അറിയോ, പേപ്പർ ക്രാഫ്റ്റ്, ഒറിഗാമി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയോ എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. കാരണം അത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ ഇരുന്ന് തന്നെ അവര് മറ്റുള്ളവരെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ മെത്തേഡ് തന്നെ ഓട്ടോ എഡ്യൂക്കേഷനും മ്യൂച്വൽ സപ്പോർട്ടും ആണല്ലോ. തന്നെത്താനെ പഠിക്കുന്നു, നമുക്കറിയുന്നത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പരസ്പരം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയുമായിരുന്നു. അത് കൂടാതെ നിങ്ങൾ ഫേസ് മാസ്കുകൾ ഉണ്ടാക്കണം. അതായത് ഇപ്പൊ ഒരു കഥ പറയുവാണെങ്കിൽ അതിൽ വേണ്ട ക്യാരക്ടേഴ്സ്, കുറുക്കൻ, മുയല്, ആമ അങ്ങനെയൊക്കെ ക്യാരക്ടേഴ്സ് വരുവാണെങ്കിൽ അവരുടെ ഒരു മാസ്ക് ഉണ്ടാക്കി കുട്ടികളെ കൊണ്ട് ആ കഥ ഒരു പ്ലേ പോലെ നമുക്ക് ചെയ്യിക്കാം. നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ അത് അങ്ങനത്തെ കാര്യം പറയുമായിരുന്നു. പിന്നെന്തായിരുന്നു, അവരുടെ ചേർക്കൊക്കെ നെറ്റ് ഇഷ്യൂ, റെനിക്കും അങ്ങനെയൊക്കെ നെറ്റ് ഇഷ്യൂ വന്നപ്പോ ബീഡ്സിന്റെ കാര്യം പറയാൻ തുടങ്ങുമായിരുന്നു. ഇങ്ങനത്തെ ബീഡ്സ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ 2 ടൈപ്പ് ബീഡ്സ് ഉണ്ട്. അതായത് ഇതിന്റെ ഇങ്ങനെ പുറത്തെ ഭാഗം പൊളിഞ്ഞു പോകുന്നത്, ഇത് പൊളിഞ്ഞു പോകാത്താട്ടോ. നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ ഉപയോഗിച്ചിരുന്ന മാലയുടെ ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നതും ഉണ്ടായിരുന്നു അല്ലെ. ഇത് പൊളിഞ്ഞു പോകാത്ത ടൈപ്പാണ്. പല കളേഴ്സ് ഉണ്ട്, നല്ല ബ്രൈറ്റ് കളേഴ്സ്. എന്തോ
മുത്തുപിടിപ്പിച്ച സ്ലേറ്റ് ഒക്കെ ഉണ്ടാവില്ലേ? അങ്ങനത്തെ സ്ലേറ്റ് അത് നമുക്ക് ശരിക്കും മോണ്ടിസോറി അബാക്കസ് പോലത്തെ മോണ്ടിസോറി മെറ്റീരിയലിൽ വരുന്നതാണ്. 4 റോ ആയിട്ട് ഇതും അതിൽ മുത്തുകളുടെ എണ്ണം ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ 7 റോ ആയിട്ടുള്ളതും നമുക്ക് മോണ്ടിസോറി മെറ്റീരിയൽ ഉണ്ട്. നമ്മളുടെ അത് ഈ മോണ്ടിസോറി മെത്തേഡിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തതായിരിക്കണം. അങ്ങനെ സ്ലേറ്റും വന്നു. കുട്ടികൾ അത് കൗണ്ട് ചെയ്യുകയും ചെയ്യും. എഴുതാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സ്ലേറ്റ് എഴുതുമല്ലോ. ആ സ്ലേറ്റ് ഒക്കെ ഇപ്പൊ കിട്ടുണ്ടാവുമായിരിക്കും അല്ലെ, അറിയില്ല ഞാൻ. അത് ഇത് നിങ്ങൾക്ക് കിട്ടണുണ്ട്. ഒരെണ്ണം വാങ്ങിച്ചു വെച്ചു, നല്ലതാ. 1 2 വാങ്ങിച്ചു. അപ്പൊ ഇതിങ്ങനെ എനിക്ക് 2 കളറായിരുന്നു ഞാൻ വാങ്ങിച്ചത്. ഒരു ഗോൾഡൻ യെല്ലോയും ഇതൊരു പിങ്ക് ആണേ. നല്ല ബ്രൈറ്റ് ആണ്. വീഡിയോയിൽ അത്ര ബ്രൈറ്റ്നെസ് കാണുന്നില്ല. ഒരു ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട്, തിളക്കമൊക്കെ ഉണ്ട് ഇതിന്. ഇതുപോലത്തെ ഈ ജ്വല്ലറി മേക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. ഇതുപോലത്തെ കമ്പി ഇങ്ങനെ നല്ല പോലെ ഫ്ലെക്സിബിൾ ആ വളയും. അങ്ങനെയാണോ അതിന്റെ പേര്? അതെ. അൻസി ഒന്നുകൂടെ കാണിച്ചേ, ഞാൻ അതൊന്ന് പിൻ ചെയ്ത് കാണട്ടെ. അതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണല്ലോ. മോള് കളിച്ചിട്ടൊക്കെ കളഞ്ഞെടുത്തു ബീഡ്സ് ഒക്കെ. ആണോ? യെസ്. നമുക്കെല്ലാം എനിക്കുണ്ടായിരുന്നു ഇതുപോലത്തെ. ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലത്തെ സ്ലൈറ്റ്. ഓക്കെ. സോ ഇതും നമുക്കൊരു മോണ്ടിസോറി മെറ്റീരിയൽ ആണ്. അപ്പൊ നമുക്ക് ലോ കോസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മോണ്ടിസോറി മെറ്റീരിയൽസ് നമുക്ക് ഉണ്ടാക്കാം. ഇത് 1 തുടങ്ങി 10 വരെയും ചെയ്യാം. 2 സെറ്റ്. അപ്പൊ ഞാൻ 2 കളറിൽ 2 സെറ്റ് ചെയ്തു. നല്ല ബ്രൈറ്റ് ബ്ലൂ ഉണ്ട്, ബ്രൈറ്റ് ഗ്രീൻ ഒക്കെ കിട്ടും. നല്ല ബ്രൈറ്റ് കളേഴ്സ്. മോണ്ടിസോറി മെറ്റീരിയൽസ് എല്ലാം നല്ല ബ്രൈറ്റ് കളറിലുള്ളതാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് പ്രാക്ടിക്കൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൊഡ്യൂൾ 3 ആകുമ്പോഴാട്ടോ. ആ സമയത്ത് മെറ്റീരിയൽസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇത് നല്ല ഫ്ലെക്സിബിൾ ആകുന്ന കമ്പി. എന്താ ഇതിനൊരു പേര് പറയണ്ടായിരുന്നല്ലോ ആരും? ക്രിസ്റ്റൽ വയറോ? അതിങ്ങനെ റോൾ ആയിട്ടാ കിട്ടുക. നമ്മൾ ജ്വല്ലറി മേക്ക് ചെയ്യുമ്പോ റോൾ ആയിട്ടാ കിട്ടുക. പിന്നെ നമ്മളുടെ വയറിങ്ങിന്റെ ഇതിനും കിട്ടും. വയറിങ്ങിന്റെ പൈസ ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചോ. ഹെയർ ബാൻഡ് ഒക്കെ ഉണ്ടാക്കൂലോ, ഹെയർ ബാൻഡ് ഒക്കെ ഉണ്ടാക്കുമ്പോ കിട്ടും വാങ്ങാൻ. ഫ്ലവേഴ്സ് ഉണ്ടാക്കും. അതെ. അപ്പൊ ഇത് ചെയ്യുമ്പോ ഇതിന്റെ നീളം ഇച്ചിരി, അതായത് മുത്തുകൾ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് പാക്ഡ് ആയിട്ട് ഇരിക്കരുത്. ഇങ്ങനെ കുട്ടിക്ക് ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ പാകത്തിന് ഇത് സ്ഥലം ഉണ്ടാവണം കുട്ടികൾക്ക്. ഓക്കെ. ആ രീതിയിൽ ഒരു കുറച്ചും കൂടെ ഇപ്പൊ എനിക്ക് കുറച്ചേ ഉള്ളൂ, കുറച്ചും കൂടെ ലെങ്ത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരിക്കും. അവരിങ്ങനെ കൗണ്ട് ചെയ്ത് അതൊക്കെ പഠിച്ചോളൂ. അപ്പൊ അത് ഉണ്ടാക്കി വെക്കുക. 1 തുടങ്ങി 10 വരെയും ചെയ്യാം. പിന്നെ അത് 2 കളേഴ്സ് 2 സെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും, അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ്. അപ്പൊ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ. പിന്നെ ഇതിന്റെ എൻഡ് ഞാൻ വെറുതെ ചുരുട്ടി വെച്ചിട്ടേ ഉള്ളൂ. ഇങ്ങനെ ചുരുട്ടി. ഇത് കണ്ടോ എനിക്ക്? ഇത് കാണാൻ പറ്റുന്നുണ്ടോ ബീഡ്സിന്റെ? നമുക്കിങ്ങനെ ബീഡ്സ് വാങ്ങിച്ചിട്ട് കൗണ്ടിങ് പഠിപ്പിക്കാനായിട്ട് ഇവിടെ എല്ലാരും പറഞ്ഞു. ഇങ്ങനെ ജ്വല്ലറി മേക്കിങ്ങിന്റെ ഒക്കെ ഒരു വയർ ഉണ്ടല്ലോ, നല്ല ഫ്ലെക്സിബിൾ ആകുന്ന വയർ, പെട്ടെന്നൊന്നും അങ്ങനെ ഒടിഞ്ഞു പോവില്ല. അങ്ങനത്തെ ഒരു വയറിനകത്ത് ഇത് കോർത്ത് വെക്കണം. അപ്പൊ കുറച്ച് സ്പേസ് ഉണ്ടാകണം, കാരണം കുട്ടികൾ കൈ പിടിച്ചിങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ അത് നല്ലതായിട്ടിരിക്കണം. പിന്നെ ഇതിന്റെ എൻഡ് എന്തെങ്കിലും രീതിയിൽ ഒരു ഭംഗിയാക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ഭംഗിയാക്കണേ. കാരണം ഇത് കുത്തിക്കൊള്ളരുത്. ആ രീതിയിൽ എൻഡ് നിങ്ങൾ സെക്യൂർ ചെയ്യണം. ഒന്നില്ലെങ്കിൽ വിട്ടുപോയി, ഒന്നില്ലെങ്കിൽ അത് എന്താ പറയാ. മാം ഇതിനെക്കാട്ടും വലിയ ബീഡ്സ് ആണെങ്കിൽ ഒന്നുകൂടി കുട്ടികൾക്ക് മനസ്സിലാവാൻ കുറച്ചുകൂടിയാണ്. ഞാനിവിടെ മകനെ കൊണ്ടാക്കാൻ അംഗനവാടി പോയപ്പോ അവിടുത്തെ മെത്തേഡ് മോണ്ടിസോറി തന്നെയാണ്. പക്ഷെ അവര് കൊടുക്കണത് വലിയ ബീഡ്സ് ഇല്ലേ, കുറച്ചും കൂടി വലിയ മുത്തുകള്. അത് അങ്ങനെ പല കളർ കൊടുത്തിട്ട് കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ഒരേ കളറ് ഒരു വലിയ നൂലുമേല്, ചരട് പോലത്തെ നൂലുമേല് ഇങ്ങനെ ഇടിപ്പിക്കുന്നു. അത് അബാക്കസ് ബീഡ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആണോ? ഓ ശരി. പിന്നെ വുഡൻ ബീഡ്സ് ഒക്കെ നല്ലതാ. എനിക്ക് റേറ്റ് ആവും തോന്നുന്നു. നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്നതൊക്കെ കളക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നതൊക്കെ കളക്ട് ചെയ്ത് വെക്കൂ കേട്ടോ. ഭയങ്കര കോസ്റ്റ് ഒന്നും ചെയ്യണ്ട. സ്കൂളൊക്കെ തുടങ്ങാൻ പോകുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്യണം. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടില് സ്കൂളിലൊക്കെ അത് ഉണ്ടാകും. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എല്ലാം വെച്ചാൽ മതിയോ? ഇങ്ങനെ വയറിനകത്ത് ഇട്ട് വെച്ചാൽ മതിയോ? അത് എവിടെയെങ്കിലും ഇങ്ങനെ സ്കാൻ ചെയ്ത് വെക്കണോ?
നമ്മളവിടെ എവിടെയെങ്കിലും ഉറപ്പിക്കണോ? തെർമോക്കോളിലോ മറ്റോ? അങ്ങനെ വേണമെന്നില്ല. അങ്ങനെ വേണമെന്നില്ല. തെർമോക്കോൾ യൂസ് ചെയ്യാതിരിക്കുക എന്നല്ല. കാരണം എന്താണെന്ന് വെച്ചാല് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് തെർമോക്കോൾ കൊണ്ട് ഇപ്പം നമ്മൾ ആൽഫബറ്റ്സ് ഉണ്ടാക്കില്ലേ, അതുപോലെ തെർമോക്കോൾ വെച്ചിട്ട് ആൽഫബറ്റ്സും നമ്പേഴ്സും ഉണ്ടാക്കാനായിട്ട് ആക്ടിവിറ്റി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ചെയ്തു വെച്ചു. പക്ഷെ സ്കൂളുകളിലേക്ക് കൊണ്ടുപോയില്ല. കാരണം അതിനെന്തോ അലർജി ഉണ്ടെന്ന് പറയണ്ടായിരുന്നു. ഓക്കെ മിസ്. തെർമോക്കോൾ ഇപ്പം എന്തെങ്കിലും കുത്തി വെക്കണോന്ന് വെച്ച് കഴിഞ്ഞാൽ തെർമോക്കോൾ ഒക്കെ ആകുമ്പോഴേ കുട്ടികൾ അതിങ്ങനെ പൊളിച്ച് അവർക്ക് അതൊരു ഇഷ്ടമാണല്ലോ, അതിങ്ങനെ പൊടിയാക്കൂലോ. അപ്പൊ അതുങ്ങൾക്ക് എന്തെങ്കിലും അലർജി വന്നു കഴിഞ്ഞാൽ പാടല്ലേ. വേറെ സെക്യൂർ ചെയ്യാൻ എന്തെങ്കിലും ആലോചിക്കാം, അവർക്ക് എന്തെങ്കിലും ഒരു മെത്തേഡ് ഉണ്ടോ എന്നുള്ളത്. ഈ പറഞ്ഞ പോലെ മാല പോലെ കോർക്കാൻ കൊടുത്താലും മതിയാകും. പലകില്ലേ മാം, അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. മരത്തിന്റെ അതിൽ ഡ്രില്ല് വെച്ചിട്ട് ഹോൾ ഇട്ടിട്ട് ഈ കമ്പി അതിൽ കുത്തി വെച്ച് ചെയ്യാൻ പറ്റും. ശരിയാ. ഞാന് ഇത് ഓൺലൈനായിട്ട് ഒരു ബാങ്കിൾ സ്റ്റാൻഡ് വാങ്ങി. അത് പക്ഷെ ഇച്ചിരി വണ്ണം ഉണ്ട് അതിന്റെ, നമ്മൾ വളയിട്ട് വെക്കില്ലേ, അപ്പം അതുപോലെ എന്തെങ്കിലും കമ്പി പോലത്തെ കിട്ടുവാണെങ്കിൽ അതിനെ നമുക്ക് മാറ്റി വള അങ്ങോട്ട് ഇട്ടിട്ട് അത് വീണ്ടും ഫിക്സ് ചെയ്ത് വെക്കാലോ. അതുപോലത്തെ ഒക്കെ കിട്ടുവാണെങ്കിൽ നന്നായിരിക്കും. നിങ്ങൾ ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് പാരലായി ചെയ്ത് വെക്കുക. നമുക്ക് അറിയാവുന്നവരുടെ കയ്യിൽ നിന്ന് ഫാബ്രിക് പെയിന്റിങ്ങും ഗ്ലാസ് പെയിന്റിങ്ങും പിന്നെ ഡോൾ മേക്കിംഗ് ഒക്കെ ഇല്ലേ, സ്പഞ്ച് കൊണ്ട് ഡോൾ ഉണ്ടാക്കില്ലേ, അറിയാമോ? അതെ അതെ, അറിയാവുന്നവര് ക്ലാസ്സിൽ ബാക്കിയുള്ളവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കണം. അപ്പൊ അന്നത്തെ ദിവസം നിങ്ങളായിരിക്കും ഫെസിലിറ്റേറ്റർ, ട്രെയിനർ. ഓക്കെ, അപ്പൊ ഇത് എന്ന് വേണം അത് ഡിസൈഡ് ചെയ്യണം. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ചിലർക്ക് ക്ലാസ്സിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ മെറ്റീരിയൽ ഒക്കെ ഒന്ന് വാങ്ങിക്കണമല്ലോ. അതെന്തൊക്കെ വേണം എന്നുള്ളതൊക്കെ ഫാത്തിമ അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. അങ്ങനെ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് ഏത് ദിവസമാണ് ക്ലാസ് എന്നുള്ളത് തീരുമാനിക്കുക. അപ്പൊ നമുക്ക് അതിനൊരു മാർഗം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ തമ്മിൽ കാണുന്നത് ഉണ്ടാവില്ല, ചിലപ്പോൾ അടുത്തുള്ളവർ കാണുന്നുണ്ടാവും, ഫ്രണ്ട്സ് കാണുന്നുണ്ടാവും. നിങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാൻ പേഴ്സണലായിട്ട് നിങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോമോ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കുമല്ലോ, ഗ്രൂപ്പ് പോലെ. നമുക്ക് എല്ലാ ആഴ്ചയും ഒരു കമ്മിറ്റി വേണം. ആ കമ്മിറ്റിക്ക് എല്ലാ ആഴ്ചയും 2 ലീഡേഴ്സ്. വൺസ് ആയവര് ഉടനെ തന്നെ റിപ്പീറ്റ് ആവരുത്. ഫുൾ ആളുകളായതിനു ശേഷം വീണ്ടും ആവാൻ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ 2 ലീഡേഴ്സ് ഉണ്ടാവണം. അപ്പൊ ആ ആഴ്ചയിലെ ക്ലാസ്സിന്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത് അവരായിരിക്കും. അതായത് ക്ലാസ് ഇപ്പോൾ മാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് പലപ്പോഴും പ്രീവിയസ് ക്ലാസ് എന്തായിരുന്നു എന്നുള്ളത് ഞാൻ നോട്ട് ചെയ്ത് വെക്കാൻ മറന്നുപോകും. അപ്പൊ ഒന്ന് ഓർമ്മിപ്പിക്കുക. പിന്നെ എന്തെങ്കിലും വർക്ക് ഇതുപോലെ ഞാൻ തരാന്ന് പറഞ്ഞ് ഞാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്നുകൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കുക. പിന്നെ നിങ്ങൾക്ക് ക്ലാസ് റൂം ചാനലിൽ മെസ്സേജസ് വരുമല്ലോ, നിങ്ങൾ അത് ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ രാവിലെ മെസ്സേജ് ഇടില്ല, വൈകുന്നേരം ആകുമ്പോഴേക്കും മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ചിലര് രാവിലെ ആയിരിക്കും നോക്കുന്നത്. അപ്പൊ ചിലപ്പോൾ വൈകിട്ട് ഒന്നുകൂടെ നോക്കാനൊക്കെ വിട്ടും. അങ്ങനെ മെസ്സേജസ് ഒക്കെ വരുന്നത് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പല പല സംശയങ്ങളും ഒക്കെ ഉണ്ടാവും, അത് ഓഫീസിൽ ചോദിക്കേണ്ടതായിട്ടുള്ള. അപ്പൊ ഈ 100 പേരുടെയും 102 പേരുടെയും കോള് പോകുന്നതിൽ നല്ലത് റെപ്രസെന്റ് ചെയ്ത് ഒരാള് അത് ഇനീഷ്യേറ്റ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ ഓഫീസിലും ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. ലൈക്ക് പല വർക്കും ഉണ്ടാവുമ്പോ കുറേ കോൾസ് വരുമ്പോൾ ക്വാളിറ്റിയോട് കൂടി ഒരു റിപ്ലൈ കൊടുക്കാൻ എത്രയും പേരോട് ഒരുമിച്ച് പറ്റിയെന്ന് വരില്ല. അപ്പൊ 2 പേരൊക്കെ ആകുമ്പോൾ മാക്സിമം ഇവിടുന്നും നല്ല സപ്പോർട്ട് കൊടുക്കാനായിട്ട് ഇവിടുന്നും പറ്റും. അപ്പൊ അങ്ങനെ രീതിയിൽ നമുക്കൊരു കമ്മിറ്റി ഫോം ചെയ്യാം. പിന്നെ എന്തെങ്കിലും പ്രോഗ്രാംസ് വരുമ്പോൾ, ഇപ്പൊ ലാസ്റ്റ് വീക്ക് ചിൽഡ്രൻസ് ഡേ വന്നു, നല്ല രീതിയിൽ തന്നെ അത് ഓർഗനൈസ് ചെയ്ത് പ്രോഗ്രാം പോയി. അപ്പൊ അങ്ങനത്തെ പ്രോഗ്രാംസ് വരുമ്പോൾ, പിന്നെ ആരുടെയെങ്കിലും ബർത്ത്ഡേ വരുമ്പോൾ നമുക്ക് ക്ലാസ്സിൽ അത് വേണമെങ്കിൽ ചെറിയ രീതിയിൽ ഒരു 3 to 5 minutes അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കമ്മിറ്റി പറഞ്ഞത്. ഓക്കെ, അപ്പൊ കമ്മിറ്റി ലീഡർ ആയിട്ടിരിക്കുന്നത് അതിനനുസരിച്ച് ചെയ്യാം. പ്രോജക്റ്റ് എന്ന് ഉദ്ദേശിച്ച സർവേ അല്ലേ? മെസ്സേജ് ഒന്നും വന്നു, അതിന് റിപ്ലൈ ആണേ. സർവേ കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്, അത് ചെയ്തിട്ട് കറക്റ്റ് ആക്കിയിട്ട് ഞാൻ ഇടാം. ഓക്കെ, അപ്പൊ അത് ഇന്നിപ്പോ ട്യൂസ്ഡേ ആയി. അപ്പൊ യു ക്യാൻ ഫോം എ കമ്മിറ്റി ടുഡേ ഇറ്റ് സെൽഫ്. ലീഡേഴ്സ് ആരാന്ന് മുന്നോട്ട് വരുന്നവർക്ക് മുന്നോട്ട് വരാം, സജസ്റ്റ് ചെയ്യേണ്ടവർക്ക് സജസ്റ്റ് ചെയ്യാം. പക്ഷെ എല്ലാരിലും ആ റെസ്പോൺസിബിലിറ്റി വരും കേട്ടോ, മാറി നിൽക്കണ്ട ആരും. ക്ലാസ്സിൽ പ്രെയർ ആരാണ്, തോട്ട് ഓഫ് ദി ഡേ ആരാണ്, സൈൻ ഇൻ ആര് ചെയ്യും, സൈൻ ഔട്ട് ആര് ചെയ്യും, അതെല്ലാം ഡിസൈഡ് ചെയ്യണം കമ്മിറ്റിയിലുള്ളവര്. ബാക്കിയുള്ളവരെല്ലാം ഈ കമ്മിറ്റി ലീഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും, മാറി നിൽക്കരുതാരും. ഓക്കെ, ഫൈൻ. ലെസൺ പ്ലാനിനെ കുറിച്ച് പറയാമോ മാം? ഓക്കെ, ആക്ച്വലി മോണ്ടിസോറി മെത്തേഡിന് ലെസൺ പ്ലാൻ ഇല്ല.
ബട്ട് നമുക്കത് പുറത്ത് നമ്മളൊരു സ്കൂളിൽ ടീച്ചിങ് പ്രാക്ടീസിന് ചെല്ലുമ്പോൾ നമുക്ക് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ സാധാരണ അവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സ്കൂളിനൊരു ലെസൺ പ്ലാൻ ഉണ്ടോ, ഫോമാറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യാന്ന് പറയും. ഇനി അഥവാ അവർക്കത് പറ്റില്ല, നിങ്ങളുടേതായിട്ടുള്ള ഇത് ചെയ്യാൻ പറയുവാണെങ്കിൽ നമ്മൾ അത് ഒരെണ്ണം ഡിസൈൻ ചെയ്യേണ്ടതായിട്ട് വരും. മോണ്ടിസോറി മെത്തേഡിന് ടീച്ചിങ് മാനുവൽ ആണുള്ളത്. നമുക്ക് അനാലിസിസ് ആണ്. നമ്മൾ ചെയ്ത ആക്ടിവിറ്റിയുടെ നമ്മൾ ഒബ്സർവ് ചെയ്തപ്പോ നമ്മൾ എന്ത് കണ്ടു അതാണ് നമുക്ക് അനാലിസിസ് വരുന്നത്. കാരണം മെത്തേഡ് അതാണല്ലോ, ഓട്ടോ എഡ്യൂക്കേഷൻ ആണ്, ഒന്നും നിർബന്ധിച്ച് പഠിപ്പിക്കുന്നില്ല. പക്ഷെ നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നമുക്ക് അങ്ങനെ അത് പറ്റില്ല. പലപ്പോഴും സ്കൂളുകളിൽ എന്താണ് പഠിപ്പിക്കാൻ പോകുന്നതെന്നുള്ളത് നേരത്തെ അവരെ ഇൻഫോം ചെയ്യണം. തലേ ദിവസം ഒക്കെ തന്നെയായിട്ട് ലെസൺ പ്ലാൻ കൊടുക്കണം. ഓൾറെഡി അവിടുത്തെ ടീച്ചേഴ്സ് ചെയ്യുന്ന ഒരു പ്ലാൻസ് നോക്കൂ, അല്ലെങ്കിൽ എനിക്ക് ഗൂഗിൾ നോക്കി മനസ്സിലാക്കിയിട്ട് ഒരെണ്ണം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടി വരും. നിങ്ങൾ തന്നെ നോക്കേണ്ടതായിട്ടും വരും. നമുക്ക് ശരിക്കും ടീച്ചിങ് മാനുവലേ ഉള്ളൂ. അതിന്റെ ഫോമാറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല മിസ്സേ. ഓഫ്ലൈനിലൊക്കെ ലെസൺ പ്ലാൻ കൊടുക്കുന്നുണ്ടല്ലോ മാം. ഏതാണ്? അല്ല, ഓഫ്ലൈൻ ആയിട്ട് പഠിക്കുന്നവർക്കൊക്കെ. ഞാനും ഓഫ്ലൈൻ ആയിട്ടാ പഠിച്ചത്. ഞങ്ങൾക്ക് പക്ഷെ ടീച്ചിങ് മാനുവൽ ആയിരുന്നു. ആണോ? ഇപ്പൊ ചേർന്ന ഒരുവിധം എല്ലാ കോളേജസിലും ലെസൺ പ്ലാൻ കൊടുക്കുന്നുണ്ട്. ഇതില് വരുമല്ലോ. ലെസൺ പ്ലാൻ കൊടുക്കുന്നത് ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോഴല്ലേ? എന്താ പ്രശ്നം എന്നറിയോ, ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിക്കാണ് അവര് നമ്മളോട് പറയണത്. ചിലവര് നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ട് പറഞ്ഞു ലെസൺ പ്ലാൻ ചോദിക്കണു, ചിലവര് ഐഡന്റിറ്റി കാർഡ് ചോദിക്കണു. അങ്ങനെ നമുക്കറിയില്ലല്ലോ, നമുക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പൊ നമുക്ക് അവര് ചോദിക്കണു പറയുമ്പോ പിന്നെ പോവാനുള്ളവർക്ക് ഇനി അവരിത് ചോദിക്കുമോ എന്നുള്ള ഡൗട്ട് കാരണമാണ് വീണ്ടും വീണ്ടും നമ്മളിത് ചോദിക്കണത്. ഓക്കെ, നമ്മൾ പോകുന്ന സാധാരണ സ്കൂളാണല്ലോ, അവിടുത്തെ ഓൾറെഡി ടീച്ചിങ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസൺ പ്ലാൻ കൊടുക്കണം. നമ്മൾ അങ്ങനെ അവർ പറയും, അവർ നിർബന്ധം പറയാറില്ല. ചിലർ ഓക്കെ കുഴപ്പമില്ല നിങ്ങളുടെ എന്താ രീതി അങ്ങനെ പറയും. ചിലർ പറയും ലെസൺ പ്ലാൻ എന്തായാലും വേണമെന്ന് പറയും. കാരണം അവർക്ക് അറിയണമല്ലോ എന്താണ് നമ്മൾ പഠിപ്പിക്കാൻ പോണേന്നുള്ളത്. ചിലർ ഫുൾ ഫ്രീഡം തരും, നിങ്ങൾക്ക് എന്താ നിങ്ങൾ പഠിച്ചേക്കണം വെച്ചാൽ എന്താ ചെയ്തോളൂ കുഴപ്പമില്ല എന്ന് പറയും. അപ്പൊ ഈ ലെസൺ പ്ലാൻ ആക്ച്വലി നമുക്ക് ലെസൺ പ്ലാൻ ഇല്ലാത്തതിന് കാരണം നമ്മളിവിടെ പഠിപ്പിക്കുന്നില്ല ശരിക്കും. ഓട്ടോ എഡ്യൂക്കേഷൻ ആണ്, കുട്ടികളെ ആക്ടിവിറ്റിയിലൂടെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പൊ ഈ ലെസൺ പ്ലാൻ അതുകൊണ്ടാണ് കൊടുക്കുന്നത്. ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ലെസൺ പ്ലാൻ പല സ്കൂളുകളും ചോദിക്കുന്ന കാരണമാണ് ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ലെസൺ പ്ലാൻ അപ്പൊ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഇനി ഒരു ലെസൺ പ്ലാൻ ഡിസൈൻ ചെയ്യണം. ഞാൻ എഴുതി വെച്ചിട്ട് പിന്നെ ടീച്ചിങ് മാനുവലിന്റെ കണ്ടന്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. ടീച്ചിങ് മാനുവലിൽ നമുക്കൊരു 2 കോളംസ് ആണ്. ഒന്നാമത്തെ കോളത്തിൽ ലെഫ്റ്റ് സൈഡിലെ കോളത്തിൽ നമ്മൾ എഴുതുന്നത് ലേണിംഗ് ആക്ടിവിറ്റി. അത് ഭയങ്കര ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതണ്ട. നമുക്ക് നമ്പർ കൊടുത്തിട്ട് 1, നമ്മൾ അന്നത്തെ ദിവസം കുട്ടികളെ നമ്പേഴ്സ് കൗണ്ടിങ് ആണ് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചതെന്ന് വിചാരിക്കും. നമ്മൾ ആ 1 എഴുതിയിട്ട് ലേണിംഗ് ആക്ടിവിറ്റി കൗണ്ടിങ്. ഈ ലേണിംഗ് ആക്ടിവിറ്റിക്ക് നമ്മൾ എന്തെങ്കിലും ടൂൾസോ ഇപ്പൊ ബീഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചു, അപ്പൊ യൂസിങ് ബീഡ്സ് എഴുതി വെക്കാം. അല്ലെങ്കിൽ അതിന്റെ ഇപ്പൊ നമ്പേഴ്സിന്റെ സാൻഡ് പേപ്പറിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, സാൻഡ് പേപ്പർ നമ്പേഴ്സ്. വേണമെങ്കിൽ കൗണ്ടിങ്ങിന് എഴുതിയിട്ട് ബീഡ്സ് ആൻഡ് സാൻഡ് പേപ്പർ നമ്പേഴ്സ് നമുക്ക് എഴുതാം. ഇനി അടുത്ത കോളത്തിൽ റിസൾട്ട് ആണ് നമുക്ക് കിട്ടേണ്ടത്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട്. ആ റിസൾട്ട് എന്താ നമുക്ക് കിട്ടണ്ടേ? കുട്ടികളെല്ലാം കൗണ്ടിങ് പഠിക്കണം അല്ലെ? അതല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട്. അപ്പൊ നമ്മൾ റിസൾട്ടിൽ എഴുതുന്നു ദ ചിൽഡ്രൻ ഷുഡ് ലേൺ കൗണ്ടിങ്, അല്ലെങ്കിൽ ഷുഡ് ലേൺ നമ്പേഴ്സ്. ഇനി ലാംഗ്വേജ് ആൽഫബറ്റ്സ് ആണ് പഠിപ്പിക്കുന്നെങ്കിൽ ഷുഡ് ലേൺ ആൽഫബറ്റ്സ്. ആ ഒരു രീതിയിൽ നമ്മൾ എഴുതും. ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നത്. നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. താഴെ ഈ കോളം എല്ലാം കഴിഞ്ഞിട്ട് താഴെ നമ്മൾ എഴുതും മൈ ഇവാലുവേഷൻ. ഇത് പോയ ട്രെയിനിയുടെ ഇവാലുവേഷൻ, വേറെ ആരുമല്ല. മൈ ഇവാലുവേഷൻ. ഞാൻ കൗണ്ടിങ് പഠിക്കാനായി കുട്ടികൾക്ക് ഒരു ആക്ടിവിറ്റി കൊടുത്തപ്പോൾ അവരുടെ റെസ്പോൺസ് ഞാൻ ഒബ്സർവ് ചെയ്തു. അതായത് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് വേണ്ടുന്ന ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് ഒബ്സർവേഷൻ. എന്റെ ഒബ്സർവേഷനിൽ ഞാൻ എന്തൊക്കെ കണ്ടു അതാണ്. എന്താ, കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു, അവരെ ആക്ടിവിറ്റി വളരെയധികം എൻജോയ് ചെയ്തു, അവര് ഇത്ര ടൈംസ് അത് റിപ്പീറ്റ് ചെയ്തു, വീണ്ടും വീണ്ടും ചെയ്യണം എന്ന് അവര് ആവശ്യപ്പെട്ടു. അങ്ങനെയൊക്കെ ഉള്ള നമ്മളുടെ ഒരു ഒബ്സർവേഷൻ ഇല്ലേ, ഇത് കൊടുത്തു കഴിയുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു റെസ്പോൺസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മുടെ ടീച്ചിങ് മാനുവലില്. അപ്പൊ ലെസൺ പ്ലാൻ
ആ സ്കൂളിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം. ഈ ടീച്ചിങ് മാനുവല് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണം. അതൊരു റെഫറൻസ് ആണ് ശരിക്കും ഫ്യൂച്ചറിൽ. ലെസൺ പ്ലാൻ നമുക്ക് എന്താണോ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് ആ ഒരു ഡീറ്റെയിൽസ് അത് അവർക്ക് അറിയണം. പക്ഷെ ടീച്ചിങ് മാനുവൽ എഴുതുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. സോ സോറി, ഞാൻ ഇവിടെ പോയി ഒരു സ്കൂളിൽ അന്വേഷിച്ചപ്പം അവര് 7th വരെ ഉള്ളു ആ സ്കൂളിൽ. അപ്പോൾ അവര് അതുവരെ നമുക്ക് ടീച്ചിങ് പ്രാക്ടീസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ മോണ്ടിസോറി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചെയ്യുന്നത് LKG UKG ആ ഒരു ലെവലിലാണല്ലോ. ഞാനിപ്പോ എടുത്തേക്കുന്ന PG in മോണ്ടിസോറിയാണ്. അപ്പോ ഇപ്പൊ അവര് തരുന്നത് ഒരു 5th or 6th അങ്ങനെ ഏതെങ്കിലും സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഞാനിത് ഏത് സബ്ജക്ട് പഠിപ്പിക്കുമെന്ന് എനിക്കിപ്പോ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, മായക്ക് ഏത് സബ്ജക്ട് പഠിപ്പിക്കാനാ ഒരു ഇത് തോന്നുന്നത്, ഒരു പൊട്ടൻഷ്യൽ എനിക്ക് പഠിപ്പിച്ചാൽ ശരിയാവുന്ന ഏതാ തോന്നുന്നത്? ഞാൻ ഓൾറെഡി ടീച്ചർ ആയിരുന്നു മാം. CBSE സ്കൂളിൽ 10th വരെ എടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ അവിടെ എന്ന് പറയുന്നത് ബേസിക്കലി എന്റെ സബ്ജക്ട് സയൻസ് ആണെങ്കിലും ഞാൻ എല്ലാ സബ്ജക്റ്റും എടുത്തിരുന്നു. അതുകൊണ്ട് ഏത് പറഞ്ഞാലും എനിക്ക് ചെയ്യാൻ പറ്റും. എന്നാലും അവിടെ ചെല്ലുമ്പോൾ ട്രെയിനിങ്ങിനായിട്ടൊന്നും പോയിട്ടില്ല. എനിക്ക് BEd ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇത് ഞാൻ ചെയ്യുന്നത്. അപ്പോ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പൊ ഇത് ചെയ്യണമെന്ന് പറഞ്ഞാലും സയൻസ് ബേസ്ഡ് സബ്ജക്റ്റോ മാത്സോ ഒക്കെ ആണെങ്കിൽ ഈസി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അവിടെ ചെന്നിട്ട് ഇപ്പൊ മോണ്ടിസോറി ഇത് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ LKG UKG ആണോ പ്രിഫർ ചെയ്യേണ്ടത്? അതാണ് എന്റെ ഒരു കൺഫ്യൂഷൻ. അങ്ങനെയൊന്നുമില്ല. നമുക്ക് അവര് 7th വരെ തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രിവിലേജ് തന്നെയാണ്. നമ്മളുടെ ഈ മെത്തേഡിന്റെ പ്രിൻസിപ്പിൾസ് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ഏത് സബ്ജക്റ്റും പഠിപ്പിക്കാം. ഇപ്പോ സയൻസ് ഒരു BEd കഴിഞ്ഞ ഒരു ടീച്ചർ, BEd കഴിഞ്ഞ ജനറലൈസ് ചെയ്യുവല്ല, ചില ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിച്ച തന്നെ ടീച്ചേഴ്സിന് ഓർക്ക് ചില ടീച്ചേഴ്സ് ചില സബ്ജക്ട് എടുക്കുമ്പോൾ നമുക്ക് ഒട്ടും ബോറടിക്കില്ല, അവർ ഭയങ്കര രസമായിട്ട് എടുക്കും അല്ലെ. അവരുടേതായ ഒരു യുണീക് സ്റ്റൈൽ അവർ കാണിക്കും. ചിലർ എന്താണോ ആ ഇതിലുള്ളത് ബുക്കിലുള്ളത് അങ്ങനെ 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 പറഞ്ഞ് നമ്മൾ ഉറക്കിക്കളഞ്ഞിട്ട് പോകും അല്ലെ. മോണ്ടിസോറി മെത്തേഡ് ആദ്യത്തെ ഇതാണ് വരുന്നത്. നമ്മളെ അവർ കൊണ്ടുപോകും നാച്ചുറൽ ആയിട്ട്, അതുമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യിക്കും. ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആ രീതിയിൽ നമ്മൾ എടുത്താൽ മതി. അത് മോണ്ടിസോറി മെത്തേഡ് ആയി. മോണ്ടിസോറി മെത്തേഡ് അതാണ്, കുട്ടികളെ കൊണ്ട് തന്നെ അനലൈസ് ചെയ്ത് അവരെ കൊണ്ട് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യിക്കും എല്ലാത്തിന്റെയും പ്രോബ്ലംസ്, അതിന്റെ സൊല്യൂഷൻ, പ്രോബ്ലംസിന്റെ സൊല്യൂഷൻ അവരെ കൊണ്ട് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പൊ അവര് മറക്കില്ല. അതാണ് ശരിക്കും വേണ്ട ഒരു മെത്തേഡ്. ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ അവർ കടന്നു പോകണം. ടീച്ചിങ് എന്തോ കേട്ട് അത് അവർ പഠിക്കുന്നതിനേക്കാളും അവര് തന്നെ അത് ലേൺ ചെയ്ത് പോകണം. ഒരിക്കലും മറക്കില്ല. ആ രീതിയിൽ അതാണ് മെത്തേഡ് ശരിക്കും. അതാണ് അത് KGയിലായാലും ശരി, LPയിലായാലും ശരി, UPയിലായാലും ശരി, ഹൈസ്കൂളായാലും ശരി, അങ്ങനെ ആ മെത്തേഡ് തന്നെ പഠിപ്പിച്ചാൽ മതി. പഠിപ്പിക്കല്ല. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഇപ്പൊ നമ്മള് ഫസ്റ്റ് ഡേ പോവാന്ന് വെക്കും, നമ്മളിപ്പോ ഫസ്റ്റ് ഡേ ഒരു സ്കൂൾ ഇന്ന ദിവസം വന്നോന്ന് പറയുമോ, ആ ഡേയില് നമ്മൾ ലെസൺ പ്ലാനും ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ ചെന്ന് ഫസ്റ്റ് അവർ ഒബ്സർവ് ചെയ്യാനായിരിക്കും പറയുന്നത് ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ. അതിനുശേഷം അവര് പറയുന്ന അനുസരിച്ച് മാത്രം ലെസൺ പ്ലാൻ ചെയ്താൽ പോരെ? മതി. അപ്പൊ നമ്മൾ ആദ്യം ഇത് ചോദിക്കാനായിട്ട് അവിടെ പോവില്ലേ, പോകുമ്പോ അവരോട് നമുക്ക് ചോദിക്കാം. കാരണം ചില സ്കൂളില് ടീച്ചർ ഓൾറെഡി എടുത്ത പോർഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഏതാ എടുക്കേണ്ടതെന്ന് പറയുമ്പോൾ അവര് ചിലർ തരും, കണ്ടന്റ് തരും, ചിലർ ഫുൾ ഫ്രീഡം നമുക്ക് തരും, നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ചെയ്യാന്ന് പറയും. പിന്നെ ചിലര് മാത്രമേ ഈ ലെസൺ പ്ലാൻ ഡിമാൻഡ് ചെയ്തിട്ടുള്ളൂ, ചിലരങ്ങനെ പറഞ്ഞിട്ടില്ല. നമുക്ക് ഇങ്ങനെ ഒരു ടീച്ചിങ് മാനുവൽ ഉണ്ട്, അപ്പൊ അതിൽ അവരെ കൊണ്ട് നിരീക്ഷിക്കണം ദിവസവും. നമ്മളിത് സെഷൻ കഴിഞ്ഞാലേ നമുക്കത് എഴുതാൻ പറ്റുള്ളൂ. മൈ ഇവാലുവേഷൻ ഒക്കെ സെഷൻ കഴിയാതെ എഴുതാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ചെയ്യാം. പിന്നെ ID കാർഡ് ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ, നമ്മളുടെ ഓൺലൈൻ ആണെന്ന് പറയാ. നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ ചെയ്യേണ്ടത് അവിടേക്ക് നിങ്ങൾക്ക് ഒരു ലെറ്റർ തരില്ലേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലെറ്റർ ഹെഡില്, അത് മതിയല്ലേ? ഇറ്റ്സ് ഇനഫ്. ID കാർഡിനേക്കാളും അതൊരു ഓതന്റിക് ആയിട്ടുള്ള ഒരു ലെറ്റർ ആണല്ലോ. ഞങ്ങൾക്കും അങ്ങനെയായിരുന്നു, ലെറ്റർ തരുമായിരുന്നു ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്. ഹലോ, ഞാനാണ് ഈ ലെസൺ പ്ലാന്റെ കാര്യം ആദ്യമേ ചോദിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ മിസ്സിനോട്. അപ്പൊ ഈ ദിവസം വരുമ്പോഴത്തേക്ക് ഇതുപോലെ ജിഷ മാമിനോട് ചോദിക്കാൻ പറഞ്ഞു. ഇവിടെ നിന്ന് എനിക്ക് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ അവർ പറയുന്നത് നിങ്ങൾക്ക് ഒരു മാനുവൽ ഉണ്ട്, അതനുസരിച്ചാണ് ലെസൺ പ്ലാൻ തയ്യാറാക്കേണ്ടത്, നമ്മളുടെ പോർഷനിലല്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു ഗ്രാഫ് തരും, അതനുസരിച്ച് കുട്ടികളെ
പഠിപ്പിക്കുക, അതിന്റെയാണ് ലെസൺ പ്ലാൻ തയ്യാറാക്കേണ്ടതെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ ഇവിടെ നോക്കിയിട്ട് സൈൻ ചെയ്ത് തരും എന്നാ പറഞ്ഞു. അതാണ് ടീച്ചിങ് മാനുവൽ. അതിലാണ് അവരുടെ സൈൻ വേണ്ടത്. അപ്പോ ചില സ്കൂളുകൾ അവർക്ക് അറിയാമെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും അവർ നിങ്ങളുടെ ഒരു മാനുവൽ എന്ന് പറഞ്ഞത്. നിങ്ങളുടെ ബാച്ച് ആണല്ലേ ചോദിച്ചത്? അപർണ മിസ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മിസ്സിന് അതിന്റെ ഫോർമാറ്റ് അയച്ചു കൊടുത്തിരുന്നു. ഞാൻ നിങ്ങൾക്കും കൂടെ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യാനായിട്ട് പറയാം. അത് നിങ്ങൾക്ക് മാറ്റിയെടുക്കാട്ടോ, ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്കത് മാറ്റാം, പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ ഈ 3 കാര്യങ്ങൾ വേണം: ലേണിംഗ് ആക്ടിവിറ്റി, റിസൾട്ട്, മൈ ഇവാലുവേഷൻ. അത് 3 മാറിപ്പോരുത്. ഓക്കെ ഓക്കെ. അപ്പൊ മിസ് അത് ലേറ്റ് ആവോ എന്റെ മാനുവൽ തരാനായിട്ട്? ഉടനെ തന്നെ ഇടോ അടുത്ത ക്ലാസ്? ഇന്ന് തന്നെ ഇട്ടേക്കാം. ഇന്ന് തന്നെ ഇട്ടു. ഓക്കെ. കാരണം നമ്മൾ 1 മന്ത് ഞാൻ ചോദിച്ചു മേടിച്ചത്, അപ്പൊ തന്നെ ഞാനൊരു 8 days ആയി. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യണം. ഏത് ക്ലാസ്സിനാ? PDF ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതിയോ? LKG മിസ്സേ. LKG UKG ആണോ? എന്ത് ഡൗൺലോഡ് ചെയ്യുന്ന കാര്യം? ഞാൻ PDF ആയിട്ട് ഇട്ടുതരാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇനിയിപ്പോ തന്നെ ക്ലാസ് അവർക്ക് കൊടുത്തേക്കാം. ഓക്കെ മിസ്, ഇന്ന് അതൊന്ന് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്ത് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യായിരുന്നു. ഞാൻ ഇപ്പൊ കാണിക്കാം. ഓക്കെ. മിസ് ടീച്ചിങ് മാനുവലിന്റെ കാര്യല്ലേ പറഞ്ഞേ? അതെ അതെ. അതെങ്ങനെ എടുക്കുക? ഇപ്പൊ കാണിച്ചു തരാം. ഓക്കെ. ഇമേജ് ആയിട്ടാണേ, പെട്ടെന്ന് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി അതൊന്ന് അയച്ചതാ. കാണാമോ? സൂം ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഇതേപോലെ ഞങ്ങൾ എഴുതാൻ വേണ്ട മിസ്സേ? ഇതുപോലെ നിങ്ങളൊന്ന്, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇത് വരച്ചുണ്ടാക്കണം. ഈ നമ്മുടെ തന്നെ ഒരു കുട്ടി പ്രിപ്പയർ ചെയ്തിട്ട് എഴുതിയിട്ട് അങ്ങനെ എനിക്കൊന്ന് അയച്ച് ഇത് ഷെയർ ചെയ്തതായിരുന്നു ക്ലാസ് റൂമിൽ. അപ്പൊ ഞാനത് എടുത്തതായിരുന്നു. മിസ്സേ, നമ്മളിത് ഷീറ്റിലാണോ എഴുതണ്ടേ അതോ നമ്മുടെ നോട്ടിൽ തന്നെ എഴുതിയാൽ മതിയോ ഇതുപോലെ വരച്ചിട്ട്? നിങ്ങൾ വലിയ നോട്ട്ബുക്കാണോ യൂസ് ചെയ്യുന്നേ? കോളേജ് ബുക്കാണ്. അതാകുമ്പോ അത് മതി. അതാകുമ്പോ സേഫ് ആയിട്ട് ഇരിക്കുമല്ലോ. ഞാൻ പിന്നെ ഫയലായിട്ട് അന്ന് പേപ്പറിൽ, അതപ്പോ ലൂസ് പേപ്പേഴ്സ് ആയി പോകൂലേ. ഇത് തന്നെ മതി. നോട്ട്ബുക്കിൽ വരച്ച് ഓരോ ദിവസത്തെ വരച്ചു കൊണ്ടേ മതി. സിമ്പിൾ അല്ലേ? ഡേറ്റ് ഇടുക, ഏത് ക്ലാസ് ആണ് ഇടുക, സബ്ജക്ട്, തീം, ലെസൺ. ഇപ്പൊ സബ്ജക്ട് മാത്രം എഴുതാനാണെങ്കിൽ മാത്സ് എന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ തിമാറ്റിക് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, ലൈക്ക് ഒരു സ്റ്റോറിയിലൂടെയോ ആണ് ഞാൻ ഇപ്പൊ കൗണ്ടിങ് പഠിപ്പിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു റൈമിലൂടെയാണ് കൗണ്ടിങ് പഠിപ്പിക്കാൻ പോകുന്നെങ്കിൽ നമുക്ക് തീം, റൈമെന്നോ സ്റ്റോറിന്നോ അല്ലെങ്കിൽ ഒരു പ്ലേ, ഒരു ഇനാക്ട് പ്ലേ, കുട്ടികളെ കൊണ്ട് തന്നെ ഒരു റോൾ പ്ലേ ചെയ്യിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് പ്ലേന് എഴുതാം. അല്ലെങ്കിൽ ചില സ്കൂളിൽ നിന്ന് അവരുടെ സിലബസ് തരും. ഇപ്പൊ ലെസൺ യൂണിറ്റ് 1 അല്ലെങ്കിൽ യൂണിറ്റ് 2. അതാണ് ഈ 3 കാര്യം വരുന്നത് കേട്ടോ. നമുക്ക് എങ്ങനെയാണോ ആ സ്കൂള് പറയുന്നത്. അപ്പൊ നമ്മളുടെ തന്നെ ഇഷ്ടത്തിലാണെങ്കിൽ നമുക്ക് തീമാണ് അവിടെ നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ സബ്ജക്റ്റ് ആയിരിക്കും കൊടുക്കുന്നത്. സ്കൂളുകാർ തന്നെ ഡിമാൻഡ് ചെയ്യുകയാണ് ഇതെടുക്കണം അതെടുക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് സബ്ജക്റ്റ് അല്ലെങ്കിൽ ലെസൺ അവരുടെ സിലബസ് അനുസരിച്ച് എടുക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെ. നമ്മുടെ ഇഷ്ടത്തിനാണെങ്കിൽ നമുക്ക് തീം സെറ്റ് ചെയ്യാം. സ്റ്റോറി, റൈം, ആക്ഷൻസോ അല്ലെങ്കിൽ റോൾ പ്ലേ, ആ രീതിയിലൂടെ നമ്മൾ അങ്ങനെ ആക്ടിവിറ്റിയിലൂടെ പഠിപ്പിക്കുന്നു. ലേണിംഗ് ആക്ടിവിറ്റി നമ്മൾ അന്നത്തെ ദിവസം ചിലപ്പോ ഒരു ക്ലാസ് ആയിരിക്കും കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഒരു ആക്ടിവിറ്റിയാണ് ചെയ്യിക്കുന്നതെങ്കിൽ 1 ഇട്ടിട്ട് എന്താണ് ആക്ടിവിറ്റി എന്ന് എഴുതുക. അതിന്റെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. മൈ ഇവാലുവേഷൻ. സൂം ചെയ്യാമോ മാം? സൂം ഇവിടെ കുറച്ചു മുമ്പ് സൂം ആയിരുന്നല്ലോ, കണ്ടോ? ഇനി കുറച്ചുകൂടി സൂം ചെയ്താൽ അത് പോകും. ഇത് കറക്റ്റ് കാണാലോ. മുകളില് ഡേറ്റ്, ടീച്ചിങ് മാനുവലിന് ഹെഡിങ് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക,
ക്ലാസ് കൊടുക്കുക. ക്ലാസ് മീൻസ് UKG LKG, ചിലർക്ക് 4th സ്റ്റാൻഡേർഡ്, ഇപ്പൊ 7th സ്റ്റാൻഡേർഡ് വരെ എന്ന് പറഞ്ഞു. സബ്ജക്ട് ഓർ ടീം ഓർ ലെസൺ, ഏതാണോ നമ്മൾ, ഏത് രീതിയിലാണോ നമ്മൾ പോകുന്നത് അതിവിടെ എഴുതുക. സബ്ജക്ട് വൈസ് ആണെങ്കിൽ അങ്ങനെ, തിമാറ്റിക് ആയിട്ടാണെങ്കിൽ അങ്ങനെ. നമ്മുടെ തിമാറ്റിക് ആണ് ശരിക്കും, പക്ഷെ സ്കൂളുകാർ പറയാണ് മാത്സ് എടുക്കണം, സയൻസ് എടുക്കണം, അങ്ങനെ പറയുമ്പോൾ നമുക്ക് സബ്ജക്ട്, അതിന് ലെസൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെസൺ എഴുതാം. നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റി, ലേണിംഗ് ആക്ടിവിറ്റി, ആക്ടിവിറ്റീസ് എന്ന് എഴുതാം. എത്രണ്ണാണോ അത് 1 2 3 ഇങ്ങനെ നമ്പർ ഇട്ട് കൊടുക്കുക. അടുത്തത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഞാൻ എന്ത് കണ്ടു, ഞാൻ എന്ത് മനസ്സിലാക്കി, മൈ വാല്യുവേഷൻ, അതിവിടെ വരണം. ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കൊണ്ട് ഒന്ന് സൈൻ ചെയ്യിക്കുക. ചിലർ പറയണ്ടായിരുന്നു മിസ്സിന് ഭയങ്കര തിരക്കാണ്, അപ്പൊ എല്ലാ ദിവസവും സൈൻ, ആണെങ്കിൽ ഒരു വീക്ക് കഴിയുമ്പോൾ ആ സൈൻ വാങ്ങിക്കുക. എങ്ങനെയാന്ന് വെച്ചാൽ ഇത് മിസ് നമ്മളവിടെ പെർമനന്റ് ആവുകയാണെങ്കിലും നമ്മൾ അവർക്ക് ഒരു ടീച്ചിങ് നോട്ട് നമ്മൾ കൊടുക്കണമല്ലോ അവിടുത്തെ ഹെഡില്. നമ്മളിപ്പോ എന്നെടുത്ത ക്ലാസ്സിന്റെ ഓരോ മാനുവൽ നമ്മൾ അവിടെ കൊടുക്കണ്ടേ? പെർമനന്റ് ആവുമ്പോ അവര് തരും നമുക്ക് ഈ ഒരു ഫോമാറ്റിൽ നിങ്ങളിവിടെ സബ്മിറ്റ് ചെയ്യണം. നമ്മൾ അവിടുത്തെ സ്റ്റാഫ് ആയി കഴിഞ്ഞല്ലോ, അപ്പൊ പിന്നെ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചായിരിക്കണമല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഒരു ഫോമാറ്റ് ഉണ്ടാവും, അത് അവരാണ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇത് നമുക്കൊരു റെഫറൻസ് ആയി ഈ സാധനം. നമ്മൾ കുറെ കഴിയുമ്പോ അപ്പോഴൊക്കെ നമ്മൾ ഓർക്കും എന്ത് ചെയ്യിച്ചു എന്നുള്ളത്. ആ സ്കൂളിൽ ഞാൻ എന്ത് ചെയ്യിച്ചു, അവിടുത്തെ റിസൾട്ട് ഞാൻ കണ്ട റിസൾട്ട്, അതെല്ലാം അത് നമുക്ക് പിന്നെ ഒരു റെഫറൻസ് ആണ്. ഓക്കെ ഫൈൻ, ഓക്കെ അല്ലേ? ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഫുള്ള് ലെസൺ പ്ലാൻ കൊണ്ടുപോകണമെങ്കിൽ. കഴിഞ്ഞ പ്രാവശ്യം ബട്ടൺ ഫ്രെയിം ആ ഒരു ക്ലാസ് ഫുള്ളും അത് കൊണ്ടുപോയി. ഇപ്രാവശ്യം ലെസൺ പ്ലാനും. ഇപ്പൊ നമുക്ക് യൂട്യൂബിൽ നോക്കി ഈ ബട്ടൺ ഫ്രെയിം ഒക്കെ നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ തന്നെ കിട്ടണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ആ ക്ലാസ് അങ്ങനെ പോയി. ഇനി നമുക്ക് ക്ലാസ്സൊക്കെ വരാം. എനിക്ക് എന്താ പറയാ, അങ്ങനെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്സായി എന്നാണോ എന്താ ഉദ്ദേശിച്ചത്? അതല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ ഫുള്ള് നമ്മളെ PDF ഒന്നും എടുക്കാതെ നമ്മള് ഫുള്ളായിട്ട് ആ ബട്ടൺ ഫ്രെയിമിനായിരുന്നു പറഞ്ഞത്. ഓരോരുത്തർ ഡൗട്ട് ചോദിക്കാണ്. അപ്പൊ ബട്ടൺ ഫ്രെയിമിന് ഡൗട്ട് ചോദിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല, കാരണം അത് യൂട്യൂബ് എടുത്ത് നോക്കി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ഈ ക്ലാസ്സിന് ലെസൺ പ്ലാൻ കൊണ്ടുപോകും എന്ന് പറയായിരുന്നു. ഞാനെന്താ ചോദിക്കട്ടെ, യൂട്യൂബ് എടുത്ത് നോക്കുമ്പോ അല്ല കേട്ടോ, ഇത് ലെസൺ പ്ലാൻ നമുക്ക് മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് വെച്ചത്. ബട്ടൺ ഫ്രെയിം കൂട്ടല്ല, ബട്ടൺ ഫ്രെയിം നമുക്ക് യൂട്യൂബിൽ നോക്കാം. നിങ്ങൾ ആ ഒരു പകുതി വഴിക്ക് എത്തിയിട്ടുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഒരു മിനിറ്റ്, ഇവിടെ ഒരു ക്വറി ഉണ്ട്. മിസ്, ഡിപ്ലോമ ചെയ്യുന്നവർക്ക് LKG UKG നാച്ചുറൽസ് എടുക്കാൻ പറ്റൂലോ? പിന്നെന്താ, തീർച്ചയായിട്ടും 4th സ്റ്റാൻഡേർഡ് വരെ അലോ ചെയ്തിട്ടുണ്ട് ഡിപ്ലോമക്കാരാണെങ്കിൽ കൂടിയും. KG സെഷനും 1ാം ക്ലാസ് 2ാം ക്ലാസ് അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ ബാച്ചിലർ പിള്ളേരൊക്കെ. ഹെലൻ കെല്ലറിന്റെ ലൈഫ് സ്റ്റോറി എഴുതാൻ പറഞ്ഞു. അത് സെമിനാർ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്തായിരുന്നു. നിങ്ങൾ ചെയ്തിട്ടില്ല? എന്തോ മിസ് പറഞ്ഞത് നമ്മൾ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു? പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു മാം. ഞാനല്ല, എനിക്ക് പേരെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അബ്ബാസ് ഷാഹിർ എന്നല്ലല്ലോ പേര് ശരിക്കും. എന്താ പേര്? റിഷാന പകുതി വഴി എത്തിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു മോണ്ടിസോറി മെത്തേഡിന്റെ. സാരമില്ല, ഈ ഒരു പാർട്ട് കഴിയുമ്പോഴേക്കും അതല്ലേ മിസ്സേ. ഇപ്പൊ എന്താ, ശരിയാണ്, മോണ്ടിസോറി ഒരു 21 വയസ്സ് കഴിഞ്ഞ ആൾക്കൊന്നും അല്ലല്ലോ, ചെറിയ കുട്ടികളല്ലേ. അപ്പൊ നമുക്ക് അത്യാവശ്യം നമുക്ക് ഒരു ഇതുണ്ടല്ലോ യൂട്യൂബിൽ നോക്കിയാൽ ബട്ടൺ ഇടാനുള്ളതൊക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ് അങ്ങനെ പോയി എന്ന് പറയായിരുന്നു. അതിപ്പോ എന്താ, അതിന്റെ മുന്നത്തെ ക്ലാസ്സിന് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല, എന്നിട്ട് പോലും ഞാനത് യൂട്യൂബിൽ നോക്കി ഞാൻ മനസ്സിലാക്കി. ഞാനത് അപ്പൊ തന്നെ ടൈലർ അടുത്ത് പറഞ്ഞു, അങ്ങനെ എനിക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞു. അത് എനിക്ക്
ഫുള്ളായിട്ട് എനിക്കത് മനസ്സിലായി. ഞാൻ കേട്ടിട്ടുള്ളൂ, ക്ലാസ് കേട്ട ഒരാൾ എനിക്ക് പറഞ്ഞു തന്നിട്ട് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇത്രയും പേർക്ക് ഇത്രയും ഡൗട്ട്, ക്ലാസ് കേട്ടവർക്ക് പിന്നെയും ഡൗട്ടാ. അപ്പൊ കഴിഞ്ഞ ക്ലാസ് ഫുള്ളും അതന്നെയായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ മുന്നത്തെ ക്ലാസ്സിക്ക് പോയിന്നേ തോന്നിയില്ല. കാരണം പിന്നെ അതന്നെ ടീച്ചർ പറഞ്ഞു. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഇന്ന് ലെസൺ പ്ലാൻ നമ്മൾ ഈ ക്ലാസ് ഫുള്ളായിട്ട് കൊണ്ടുപോകണമെന്ന് തോന്നുന്നു. അതാ പറഞ്ഞത്. അല്ലാതെ മിസ്സിന്റെ മിസ് ഇയാള് ഗ്രഹിക്കുന്ന കൂട്ട് എല്ലാവർക്കും അത് ഗ്രഹിക്കാനുള്ള കഴിവ് ഉണ്ടാവണമെന്നില്ല. നമ്മള് അപ്പൊ നമ്മളെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഗ്രഹിക്കാനുള്ള കഴിവ് ഉണ്ടാവണമെന്നില്ല, അല്ലേ മിസ്സേ? അത് നമ്മളുടെ നമ്മളിപ്പോ നേരിട്ട് പോയിട്ടൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതല്ലല്ലോ, ഓൺലൈൻ ആയിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് ഡൗട്ട്സ് ഇപ്പോ PG കഴിഞ്ഞവരായാലും അല്ലെങ്കിൽ 10th 12th കഴിഞ്ഞവരായെങ്കിൽ പോലും കോമൺ ആയിട്ട് കുറെ ഡൗട്ട്സും ഇപ്പോഴും കുറെ എന്താ പറയാ ആൻസർ കിട്ടാത്ത കുറെ ചോദ്യങ്ങളുണ്ട്. നമ്മളെങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുക, അതെല്ലാം ഇപ്പോഴും ഒരു ക്ലിയർ ആയിട്ട് വരുന്നതല്ലേ ഉള്ളൂ. അതൊക്കെ കൊണ്ടാണ് പലർക്കും ഈ ഡൗട്ട്സ് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മള് പഠിപ്പിക്കണത് അവർക്ക് കൊടുക്കേണ്ട ബേസ് എന്ന് പറയുന്നത് നമ്മളെ കയ്യിലാണ്. അത് കൊടുത്തിട്ട് പിന്നെയാണ് അവർ തനിയെ പഠിക്കുള്ളൂ. അപ്പൊ ഫസ്റ്റ് ബേസ് കൊടുക്കുന്ന ടീച്ചേഴ്സാണ് നമ്മളാവാൻ പോണത്. അപ്പൊ ഒരുപാട് കുഞ്ഞു മക്കളെയല്ലേ പഠിപ്പിക്കാൻ പോണേ. അപ്പൊ ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുക തന്നെയായിരിക്കും നല്ലത്. നിങ്ങൾ അവരെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ മോഡ്യൂൾ 3 വരുന്നുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം മുഴുവൻ അതാണോ എന്ന് നമ്മൾ വിചാരിച്ചു. അതായത് വാട്ടർ ബോട്ടിലേക്ക് വെള്ളം പോർ ചെയ്യുക, നമ്മുടെ പൾസസ് ഇല്ലേ, പയറ് പരിപ്പ്, അത് കണ്ടെയ്നറിലേക്ക് താഴെ വീഴാതെ ഇടുക, ഫണൽ യൂസ് ഇപ്പൊ വെള്ളം അവർ കുഞ്ഞി കൈ കൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ കുറെ സ്പില്ല് ചെയ്ത് പുറത്തേക്ക് പോകും. അപ്പൊ അവര് ഫണൽ യൂസ് ചെയ്യാനായിട്ട് ഫണൽ വെച്ചിട്ട് വെള്ളം ഒഴിക്കാൻ അവരെ പഠിപ്പിക്കും. പിന്നെ പൾസസ് ഇടുമ്പോഴേക്കും ഇവര് പൾസസ് ഇടുമ്പോൾ കടലയും പരിപ്പും ഒക്കെ തെറിച്ച് പുറത്തേക്ക് പോകും, പയറും ഒക്കെ. നമ്മൾ ചെയ്യുമ്പോഴും പോകും അല്ലെ. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ ഒരു പ്രത്യേകതയാണ്, നല്ല നീറ്റ് ആയിട്ടുള്ള മാറ്റ് ഉണ്ടാവും. ആ മാറ്റ് വിരിച്ചിട്ട് കണ്ടെയ്നർ വെച്ച് ഏതോ പാക്കറ്റിൽ നിന്നാണോ നമ്മൾ പോർ ചെയ്യേണ്ടത് ആ പാക്കറ്റിൽ നിന്ന് ഇതിലേക്ക് ഫില്ല് ചെയ്യുമ്പോൾ ഈ പോകുന്ന കടല അല്ലെങ്കിൽ പയറ് പരിപ്പ് എന്താന്ന് വെച്ചാൽ ആ മാറ്റിലാ വീഴുന്നത്. അത് ഇവരെ കൊണ്ട് തന്നെ പിക്ക് ചെയ്ത് നമ്മൾ ഈ കണ്ടെയ്നറിലേക്ക് ഇടും. ഇതൊക്കെയാണ് നമ്മൾ മോഡ്യൂൾ 3 പഠിക്കാനായിട്ട് പോകുന്നത്. സോ നമ്മൾക്ക് തിയറി അല്ല മോണ്ടിസോറിയിൽ, എവറിത്തിങ് ത്രൂ ആക്ടിവിറ്റിയാണ്. PDF നിങ്ങൾക്കൊരു റെഫറൻസ് മാത്രമേ ഉള്ളൂ. ഈ PDF എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കാണാതെ പഠിക്കേണ്ടതോ ബൈഹാർട്ട് ചെയ്ത് മക്കപ്പ് ചെയ്ത് അങ്ങനെ ചെയ്യേണ്ടതല്ല. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്ത് തരുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എടുക്കുന്നത് ഒരു ഇപ്പൊ നിങ്ങളുടെ ട്രെയിനറാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോന്ന് എനിക്കൊന്ന് അനലൈസ് ചെയ്യാനാ. അവിടെ മാർക്ക് അതൊരു സെക്കൻഡറി ആണ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ മാർക്ക് കാണുമ്പോ എനിക്ക് മനസ്സിലാവും എവിടെയോ എന്തോ മനസ്സിലായിട്ടില്ല. അപ്പൊ നമ്മൾ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യും. ബട്ടണിങ് ഫ്രെയിം ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബട്ടണിങ് ഫ്രെയിം തന്നെ കുറെ ഫ്രെയിംസ് നമ്മളുണ്ട്, പല രീതിയിലുള്ള ബട്ടൺസ് ഉണ്ട്, സിബ് ഉണ്ട്, ബെൽറ്റ് ബക്കിൾസ് പോലുള്ളതുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൈകൾക്ക് അത് പറ്റില്ല. എത്രയോ പ്രാവശ്യം നമ്മൾ വരുമ്പോ തന്നെ ബട്ടൺ തെറിച്ചു പോണു. നമ്മൾ തന്നെ കെയർലെസ് ആയിട്ട് പലപ്പോഴും ധൃതി പിടിച്ച് ചെയ്യുമ്പോ അപ്പൊ അവരെ അത് നമ്മൾ പഠിപ്പിക്കുക, എങ്ങനെ അത് നല്ല രീതിയിൽ ആ ഡ്രസ് ചെയ്യുന്ന അത് വരണം, അപ്പൊ അത് പഠിപ്പിക്കുക. അപ്പൊ ഇപ്പൊ ചിലപ്പം യൂട്യൂബ് കാണുമ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എന്ന് വരും. ചിലപ്പോ ഒരു കുക്കിംഗ് റെസിപ്പി ഞാൻ യൂട്യൂബിൽ നിന്ന് എടുക്കുക. അപ്പൊ ഞാനത് ആ റെസിപ്പി ഞാൻ ചെയ്തപ്പോ അവര് പറഞ്ഞ എൻഡ് റിസൾട്ട് കിട്ടിയില്ല എന്ന് വിചാരിച്ചു. സോ ഞാൻ അപ്പൊ വീണ്ടും റിപ്പീറ്റ് ചെയ്യും അല്ലെ, റിപ്പീറ്റ് ചെയ്ത് അത് ചെയ്ത് നോക്കും. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഒരു ടേസ്റ്റ് അതിന് കിട്ടുമ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആയി. അതുപോലെ തന്നെയാണ് നമ്മുടെ കുഞ്ഞുമക്കളും, അവര് റിപ്പീറ്റ് ചെയ്യും. അവർക്ക് ഇപ്പൊ ഞാനത് വൺസ് ഞാൻ ബിരിയാണി ഉണ്ടാക്കിയെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ കൊടുക്കുന്നത് എന്റെ വീട്ടിലുള്ളവർക്കാ. അവരാ നന്നായിട്ടുണ്ട്, ബട്ട് അവര് തുറന്നു പറയാ എന്തോ മിസ്സിങ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ മിസ്സിങ് ഞാൻ ശരിയാക്കണം. ചിലപ്പോ അവര് നല്ലപോലെ ടേസ്റ്റ് ചെയ്തത് ഇച്ചിരി മസാല കൂടെ വേണമായിരുന്നു, ഇച്ചിരി എരിവ് കൂടെ വേണമായിരുന്നു എന്ന് അവർ പറയുവാണെങ്കിൽ നമ്മൾ അത് ഇട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും. കാരണം നമുക്ക് അവര് സാറ്റിസ്ഫൈഡ് ആകണം, അവർക്ക് ഇഷ്ടപ്പെടണം. അതുപോലെ തന്നെ ഈ കുട്ടികൾ അവരൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ചെറിയ മക്കൾ അവരിങ്ങനെ എന്തെങ്കിലും ഒരു കളി കളിക്കുമ്പോഴേക്കും അവർ ഭയങ്കര ഇൻട്രസ്റ്റിൽ കളിക്കും, നമ്മളെയും കൂട്ടും. നമുക്ക് ബോറടിക്കാനായിട്ട് തുടങ്ങുമായിരിക്കും ചില സമയത്ത്. അവര് വീണ്ടും നമ്മളെ കളിക്കാൻ വന്ന് വിളിക്കില്ലേ, കണ്ടിട്ടില്ലേ അവർ പ്രായമായവരെ വിളിച്ചുകൊണ്ട് പോണത്. പക്ഷെ പ്രായമായവർക്കും എടുത്തു,
നമ്മൾ അതാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഒരു അത് ആരെയും ഇത് പറയുന്നതല്ല കേട്ടോ. ഈ ഒരു നമുക്ക് ആകെ കിട്ടുന്ന ഈ ഒരു 1 hour ആണ് PDF എടുത്ത് അത് നമ്മൾ ശരിയാകും. അത് PDF ഇപ്പൊ ഞാനിത് ഓടിച്ചങ്ങ് വായിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, ആ മിസ്സിന്റെ ക്ലാസ്സിൽ കയറണ്ട, PDF വെറുതെ വായിച്ചു പോവാം. നമ്മളുടെ മോണ്ടിസോറി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ഐഡിയാസ് അല്ലെങ്കിൽ ഞാൻ എന്ത് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഫീൽ ചെയ്യുന്നോ ഞാനത് ഇവിടെ പറയും. നിങ്ങൾക്ക് അത് എന്താണോ നിങ്ങൾ ഫീൽ ചെയ്ത് നിങ്ങളും റിലേറ്റ് ചെയ്ത് പറയും. അതാണ് ഈ മെത്തേഡ്. അപ്പൊ അത് ഒക്കെ ഇങ്ങനെ ടെൻഷൻ ആവണ്ട. നമ്മൾ പോർഷൻ തീരില്ലാന്നോ അങ്ങനത്തെ ടെൻഷൻസ് ഒന്നും വേണ്ട കേട്ടോ. അത് നമുക്കാവും. അത് മോഡ്യൂൾ 2 ഇപ്പൊ സാർ ഇംഗ്ലീഷ് എടുക്കുമ്പോൾ മോഡ്യൂൾ 3 ആകുമ്പോഴേക്കും പ്രാക്ടിക്കൽസ് അവിടെ തിയറി ഇല്ല, കംപ്ലീറ്റ് നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടാ ചെയ്യുന്നത്. നമ്മൾ ക്ലാസ്സിൽ വെച്ച് തന്നെ അമ്മയും കുഞ്ഞും വീട്ടിലുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഈ ആക്ടിവിറ്റി ചെയ്യിക്കാനായിട്ടൊക്കെയാണ് നമ്മൾ ക്ലാസ്സിൽ പറയുന്നത്. അതാണ് ഒരു രീതി. മോണ്ടിസോറി മെത്തേഡ് അതാണ്, അങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾ യൂട്യൂബ് നോക്കുമ്പോൾ തന്നെ കാണാം, അവിടെ ട്രെയിനർ ഇരിക്കുന്നുണ്ടാവും, മീൻസ് ഫെസിലിറ്റേറ്റർ ഉണ്ടാവും, കുട്ടി ഉണ്ടാവും. കുട്ടിയെ കൊണ്ട് ട്രെയിനർ ചെയ്യിക്കുന്നത് നമുക്ക് അങ്ങനെ നല്ല നല്ല വീഡിയോസ് ഉണ്ട് കേട്ടോ. യൂട്യൂബ് വീഡിയോസ് കാണണം, നല്ല കുറെ വീഡിയോസ് ഉണ്ട്. ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്ന കാര്യം തന്നെ നിങ്ങളൊന്ന് വീഡിയോയിൽ നോക്കുവാണെങ്കിൽ ബട്ടണിങ് ഫ്രെയിമിന്റെ കാണാം, പിങ്ക് ടവർ കാണാം, അങ്ങനെ അത് ആ മെറ്റീരിയൽസിലേക്ക് വരുമ്പോ അതറിയാൻ പറ്റും. ഹലോ ടീച്ചർ, ഈ ബട്ടൺസിന്റെ കാര്യം ടീച്ചർ പറഞ്ഞില്ലേ, അത് ഈ പഴയ ഷർട്ടിന്റെ മുൻഭാഗാണ് വെട്ടിയാ പോരെ? അത് പറയട്ടായിരുന്നു ആരോ ക്ലാസ്സിൽ. മതി. അത് പറ്റൂല. അത് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴേ കുട്ടികൾക്ക് ഇടാൻ ഭയങ്കര പാടാണ്. ഞാൻ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ആണോ? ഓ ശരി. പക്ഷെ അത് ഒരു എന്താ പറയാ, കുട്ടികൾക്ക് കൊടുക്കാൻ നമുക്ക് പറ്റില്ല. ഈസി ആവും. അതുകൊണ്ടാണ് ഇത് മതിയാവോ? പിന്നെ ഇത് എന്തോ കണ്ടില്ലല്ലോ. നോക്കട്ടെ. ബീഡ്സ് ആണ് കേട്ടോ. ബോള് കുറച്ചുകൂടെ ഒന്ന് ക്യാമറ താഴേക്ക് കാണിക്കൂ. കാണുന്നില്ല. കണ്ടു. നല്ല കളർഫുൾ ആണല്ലോ. മോനെ ഭാഗത്ത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് വാങ്ങിയതാണ്. ശരി. കാണാൻ പറ്റുന്നില്ല. ഈർക്കിളിയില് ഇങ്ങനെ വെച്ചിട്ട് തെർമോകോളിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് ഈർക്കിളി വെച്ചിട്ട് അതിലിങ്ങനെ അബാക്കസ് ഉണ്ടാക്കിയിട്ട് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് വാങ്ങിയതായിരുന്നു. ഓക്കെ. അപ്പം റിഷാന പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസം നമ്മൾ PDF ടച്ച് ചെയ്തില്ല. നമ്മൾ മറിയം മോണ്ടിസോറിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ അല്ലെ. TTC കഴിഞ്ഞ ആളാ. ബട്ട് അപ്പോ ഇല്ലാത്ത ഒരു ഫീലാ ഒരു ക്ലാസ്സിൽ എനിക്ക് കിട്ടുന്നത്. ഓക്കെ. താങ്ക് യു സോ മച്ച്. പക്ഷെ നമ്മളില് ചേഞ്ചസ് വരും, നമ്മൾ ഒത്തിരി മാറും. അതാണ് മോണ്ടിസോറിയുടെ വ്യത്യാസം. അത് നമ്മള് മറ്റുള്ളവരിലേക്കും കൂടെ ആ റിഫ്ലക്ഷൻ, നമ്മുടെ ഫാമിലിയിൽ ആ ചേഞ്ചസ് വരും, നമ്മളുടെ സ്വന്തം കുട്ടികളിൽ ആ ചേഞ്ചസ് വരും. നമ്മൾ എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ, നമ്മള് കണക്റ്റഡ് ആവുന്ന എല്ലാ മക്കളിലും ആ ഒരു ഡിഫറൻസ് വരും. അതാണ് നമ്മൾ മോണ്ടിസോറിയുടെ വ്യത്യാസം കേട്ടോ. എനിക്ക് റിഷാനയുടെ ആ ഒരു കൺസേൺ മനസ്സിലായി. നമ്മള് പോർഷൻ തീരുവോ, പരീക്ഷ വരുമ്പോ ഞാൻ എന്ത് ചെയ്യും? ഇത് ഡൗട്ട് ക്ലിയറൻസിന്റെ ഒരു ക്ലാസ് ഞങ്ങൾക്ക് ജയദേവ് സാർ തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ അവിടെ ഓഫീസിൽ ചോദിക്കുക, അല്ലെങ്കിൽ വന്ദന നമ്മുടെ ഈ ഫീസിന്റെ കാര്യമൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കണ വന്ദനയുടെ അടുത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം. അപ്പൊ അവിടെ ചോദിച്ചാലും മതിയായിരുന്നു നമുക്ക്. ടീച്ചിങ്ങിന് പോണവർക്ക് എന്തെങ്കിലും ഡൗട്ട് വരുമ്പോ, അപ്പൊ ട്രെയിനിങ്ങിന് പോണവർക്ക്. അപ്പൊ അത് നമ്മുടെ ക്ലാസ് സമയത്ത് ചോദിക്കുമ്പോ ഒരാൾക്കല്ല, അപ്പൊ പലർക്കും പല സ്കൂളുകളിലും പല ഇതുകളാ പറയണത്. ചിലര് ID കാർഡ് വേണം പറയണം. അപ്പൊ അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സ്ഥാപനത്തിൽ തന്നെ ചോദിക്കാലോ എന്ന് ഞാൻ ഉദ്ദേശിച്ചല്ല. മാം അല്ലെങ്കിൽ മാം ഒരു 12:45 എല്ലാ ദിവസവും 15 മിനിറ്റ് ഡൗട്ട് ക്ലിയറിങ്ങിന് വെക്കാലോ എന്നായി. ഇതിപ്പല്ലേ മാം ഞാനാണെങ്കിലേ PDF എടുത്ത് പെൻസിൽ എടുത്ത് വെച്ചിട്ട് 1 മണിക്കൂർ കുട്ടീന്റെ TV ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കണം. അപ്പൊ ഇത് ഫുൾ ഇങ്ങനെ ഡൗട്ടിങ്ങും സംസാരങ്ങളും നമ്മൾ ചുമ്മാ പോസ്റ്റ് ആയിട്ട് ഇങ്ങനെ അത് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഇതില് ഡൗട്ട് ചോദിച്ച ആൾക്ക് അതുകൊണ്ട് പറഞ്ഞതല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ലാസ്റ്റ് 45 മിനിറ്റ് നമുക്ക് ക്ലാസ് കഴിഞ്ഞാൽ ബാക്കി 15 മിനിറ്റും കൂടി നമുക്ക് കിട്ടുന്നുണ്ടല്ലോ 1 hourല്. ആ സമയത്ത് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ഇത് ആ ഒരു ഡൗട്ട് വെച്ച് നമ്മൾ 1 മണിക്കൂർ സമയം നമ്മൾ ചെലവാക്കാന്ന് പറയുമ്പോ അതാ ഉദ്ദേശിച്ചല്ല. ഞാൻ ആരെയും ഹേർട്ട് ചെയ്യാൻ, പ്രത്യേകിച്ച് മിസ് ഞങ്ങൾ ചിലര് പറയും PDF എടുക്കുന്ന ക്ലാസ്സിൽ ഉറക്കം വരികയാണ്, മിസ്സിന്റെ ക്ലാസ് മാത്രം ഞങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടിരുന്ന് പോകും, ഒരു ഉറക്കം ഒന്നും വരില്ല. ഇതാണ് ഒരു ടീച്ചർ പറഞ്ഞ എനിക്ക്. പക്ഷെ ഞാൻ
ഹേർട്ട് ചെയ്യാൻ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞതായിരിക്കും ഹേർട്ടായി പോയി. സോറി പറയട്ടോ. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു പരസ്പരം അങ്ങനെയല്ല മാം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ അതിന് ചിലപ്പോ ഓപ്പോസിറ്റ് ആയിട്ട് പറയാനും കുറെ പേരുണ്ടാവും. അത് കേൾക്കുമ്പോ ഉറപ്പായിട്ട് ആർക്കാണെങ്കിൽ ഹേർട്ടായി പോകും. മാം അത് മാത്രല്ല, ഇപ്പൊ ഞാനൊരു സ്കൂളില് മാം ഞാനൊരു സ്കൂളില് വർക്ക് ചെയ്യാ. എനിക്ക് 5th പീരീഡ് പ്രോക്സി കിട്ടിയതാ. അപ്പൊ ഞാൻ മേളില് മിസ്സിനോട് പോയി പറഞ്ഞു, മിസ് എനിക്ക് 1 മണിക്കൂർ ക്ലാസ് ഉണ്ട്. അങ്ങനെ ആ പ്രോക്സി വേറൊരു ടീച്ചറിന് കൊടുത്തിട്ടാണ് ഇപ്പൊ ഞാൻ ഈ ക്ലാസ് കേൾക്കാനിരിക്കുന്നത്. വെരി സോറി ഫോർ ദാറ്റ്. അപ്പൊ നമുക്ക് ലാസ്റ്റ് നമ്മള് ജസ്റ്റ് സംസാരിച്ചതല്ലോ മിസ്, ചെയ്യുന്ന വർക്കിനെ കുറിച്ച് പറഞ്ഞതല്ലേ, അത് നമുക്ക് അറിയേണ്ടതല്ലേ? അല്ല മാം, നമ്മൾ കുറേ പേരുണ്ട് അങ്ങനെ ഒരു 1 hour ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ചില ആളുകൾക്ക് റെക്കോർഡ് ക്ലാസ് ആണെങ്കിൽ പോലും കുഞ്ഞു മക്കളൊക്കെ ഉള്ളവർക്ക് രാത്രിയോ അങ്ങനെ ഒരു ടൈം കിട്ടുമ്പോൾ ചിലപ്പോൾ കേൾക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോഴായിരിക്കും നമ്മൾ ഇല്ലാത്തൊരു സമയം ഉണ്ടാക്കിയിട്ട് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. അപ്പൊ റിഷാനെ ഉദ്ദേശിച്ചത് ചിലപ്പോൾ അത്രേ ഉണ്ടാവുള്ളൂ. നമുക്ക് ജയദേവൻ സാർ പറഞ്ഞിട്ടുണ്ട് ഒരു 1 hour അങ്ങനെ പല ജോലി ചെയ്ത് കുറച്ച് സമയം മാത്രം റെക്കോർഡ് ക്ലാസ് കേൾക്കാൻ വേണ്ടി സമയം കണ്ടെത്തിയിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു ലാബ് ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്. അപ്പൊ ആ ആൾക്ക് ഈ റെക്കോർഡ് ക്ലാസ് മാത്രമാണ് ഒരു ആശ്രയം. അപ്പൊ ഇത്രയും സമയം നമ്മൾ ഇതന്നെ പറയുമ്പോ അതാ ഞാൻ ഒരു ഡൗട്ട് വെച്ച് 1 മണിക്കൂർ കൊണ്ടുപോകേണ്ടതില്ലല്ലോ. അല്ലാതെ ഞാനൊരു ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞതല്ല, സത്യമായിട്ടും. അങ്ങനെ ഇന്റർവെൻ ചെയ്യണം, അങ്ങനെ ഇന്റർവെൻഷൻ നടത്തണം. അതിപ്പോ ഞാൻ ചെയ്താലും പറയും. എക്സ്ട്രാ ഒരു ക്ലാസ് നമുക്ക് ഈ ഡൗട്ട് ക്ലിയറൻസിന് മാത്രം വെക്കുകയായിരുന്നെങ്കിൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് ഡൗട്ട് ക്ലിയറൻസും കുഴപ്പമില്ലല്ലോ. ഡൗട്ട് ക്ലിയറൻസിന് മാത്രമായിട്ട് ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി മിസ്സേ. അപ്പൊ എല്ലാവർക്കും അതൊരു ഇതാവും. 15 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് മാക്സിമം തീർക്കാൻ പറ്റുന്ന ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ഇപ്പം ഐ ഡോണ്ട് ഫീൽ ലൈക്ക് എനിക്കൊരു 15 മിനിറ്റ്സും കൂടി ഇനി ഇരിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. പക്ഷെ 1:30 എനിക്ക് ക്ലാസ് ഉണ്ട്. മിസ്സിന് അത് മാത്രല്ല ഞാൻ ഉദ്ദേശിച്ചത് PDF തപ്പടി അങ്ങോട്ട് പഠിക്കാന്നല്ല, മിസ് എടുക്കുന്ന രീതിയിൽ. കാരണം മോണ്ടിസോറിയുടെ ഇപ്പൊ PDF ഉള്ള പോലെ അല്ലല്ലോ മിസ്. ഞങ്ങൾക്ക് എല്ലാ കഥകളുമായിട്ട് അങ്ങനെ പറഞ്ഞ അത്തരത്തിലുള്ള ക്ലാസ് ആണ് ആഗ്രഹിക്കണല്ലോ. അത് ഞാൻ PDF വേഗം പഠിച്ചിട്ട് ഇതായിട്ട് പറഞ്ഞതല്ല. കാരണം വെച്ചാല് മനസ്സിലായല്ലോ എന്താണ് ഉദ്ദേശിക്കുന്നുള്ളത്. ഞാൻ ഇനി 12 ക്ലാസ് എടുക്കാം. എന്നിട്ട് അതിനുശേഷം 12:45 മുതൽ എല്ലാവർക്കും ഡൗട്ട് ക്ലിയറൻസിന് സമയം കൊടുക്കുക. അപ്പൊ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി നമുക്കത് ചെയ്യാം. അപ്പൊ ക്ലാസ് ലീഡേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഡൗട്ട്സ് ആരെങ്കിലും ഇൻ ബിറ്റ്വീൻ ക്ലാസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർവെൻ ചെയ്യുക. ലാസ്റ്റ് 15 മിനിറ്റ്സിലാണ് ഒന്ന് ഓർമ്മപ്പെടുത്തുക. ഞാൻ ചോദിക്കുന്നത് പറഞ്ഞു പോകും. മാം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, 7th ബാച്ച് ഉണ്ടല്ലോ മാം, അപ്പൊ മാമിന് 7 hours ഒരു ദിവസം ക്ലാസ് ഉണ്ടോ? ഇല്ല. എനിക്ക് ഇന്ന് ട്യൂസ്ഡേ മാത്രമാണ് പകല് 3 ക്ലാസ്സസ് വരും, രാത്രി 1 ക്ലാസ്സും ഉണ്ട്. ട്യൂസ്ഡേ മാത്രമേ അങ്ങനെയുള്ളൂ. മൺഡേ 2 ക്ലാസ്, വെനസ്ഡേ ഫ്രൈഡേ 1 ക്ലാസ്സേ ഉള്ളൂ. വെനസ്ഡേ ക്ലാസ്സസ് ഇല്ല. വെനസ്ഡേ ഫ്രൈഡേ ഞാൻ പുറത്ത് 2 സ്കൂളിൽ പോകുന്നുണ്ട്. ബാക്കി എല്ലാ ക്ലാസ്സും ഉണ്ട്. ഉണ്ടെങ്കിലേ മിസ് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് പറഞ്ഞില്ലേ ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ, അങ്ങനെ ഒന്നുണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആണ്. എല്ലാരും ഡൗട്ട് ചോദിക്കണത് ഒരൊറ്റ ആള് ചോദിച്ചാൽ മതി. ഞാൻ അതാ ഇപ്പൊ പറഞ്ഞത്. നമ്മുടെ 12:45 കഴിഞ്ഞിട്ടാണ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻ. അതിനു മുമ്പ് ആരെങ്കിലും ഡൗട്ട് ചോദിച്ചു വന്നാൽ കമ്മിറ്റി ലീഡേഴ്സ് ഇന്റർവ്യൂ ചെയ്യണം. ഇപ്പോഴല്ല ടൈം അവരെ ഒന്ന് ഓർപ്പെടുത്തിയാൽ മതി. ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പ്രോംപ്റ്റ് റെസ്പോൺസ് ആയിരിക്കും. അവർ ചോദിച്ചതിന് മറുപടി ഞാൻ അങ്ങ് പറഞ്ഞു പോകും. അപ്പൊ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എനിക്കത് ഓർമ്മയുണ്ടാവും, ഇപ്പൊ പാടില്ലല്ലോ എന്ന്. ഓക്കെ, ഹെലൻ കെല്ലറുടെ കാര്യം തന്നെ. ഹെലൻ കെല്ലറുടെ ഇത് മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇന്ന് നമുക്ക് അവതരിപ്പിക്കാം, സെമിനാർ പോലെ അവതരിപ്പിക്കാന്നൊക്കെ. അത് അപ്പൊ ഇന്നാണെങ്കിലോ ഇന്ന് രാവിലെ എനിക്ക് ഇല്ലാത്ത സമയം കണ്ടെത്തിയിട്ടാണ്. ഇന്നലെ ഞാന് രാത്രി 2 മണി വരെ ഇരുന്നിട്ട് ഞാൻ ഇന്നലെ ഓരോ വർക്ക് ചെയ്ത്. കാരണം 12 മണി വരെ ഹോസ്പിറ്റലിലായിരുന്നു ഹസ്ബൻഡിന്റെ കൂടെ. മഞ്ഞപ്പിത്താണ് ആൾക്ക്. പകൽ എനിക്ക് ടൈം കിട്ടണില്ല. അപ്പൊ ഞാൻ ഇന്നലെ ഇരുന്നിട്ട് അതൊക്കെ ഞാൻ യൂട്യൂബിലും ഗൂഗിളിലും നോക്കി കണ്ടുപിടിച്ചെഴുതി. അതേക്കുറിച്ച് ഒന്നും പറയണില്ല, ഫുൾ ഈ ഡൗട്ട് മാത്രം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കാര്യം ഞാൻ വിട്ടുപോയതാണ്. 2-3 ക്ലാസ്സുകാർ പ്രസന്റ് ചെയ്തു. അപ്പൊ നിങ്ങളുടെയും കഴിഞ്ഞു എന്ന് വിചാരിച്ചു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ആഴ്ചയിൽ 1 ക്ലാസ്സേ ഉള്ളൂ അല്ലേ? അതാണ് പ്രശ്നം. കോമൺലി വരുന്ന ഡൗട്ടുകളൊക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാലോ. എന്നിട്ട് വരുന്ന ഡൗട്ടുകൾ ടീച്ചറോട് ചോദിച്ചാൽ മതി. യെസ്. അപ്പൊ കമ്മിറ്റി വേഗം ഫോം ചെയ്യാ. അത് നമുക്ക് അപർണ മിസ്സേ
അപർണ മിസ് റെക്കോർഡ് നമ്മളടുത്ത് വായിക്കാൻ പറഞ്ഞിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ 15 മിനിറ്റ് നിങ്ങൾക്ക് അതിൽ എന്താണോ ഡൗട്ട് അത് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഡൗട്ട് ക്ലിയർ ചെയ്തില്ല. ചെയ്തില്ല, ഡൗട്ട് ക്ലിയർ ചെയ്തായിരുന്നു. 15 മിനിറ്റ്, ലാസ്റ്റ് 15 മിനിറ്റ് അത് ചെയ്യാൻ ഞാൻ പക്ഷെ അങ്ങനെ ടൈം കൺസ്ട്രെയിൻസ് ഞാൻ ശ്രദ്ധിക്കില്ല. ഞാൻ ഇതിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയി പോകും. അതാണ് എന്റെ ഒരു പ്രശ്നം കേട്ടോ. അത് ഞങ്ങൾക്ക് മനസ്സിലാവും മിസ്സേ. ഞങ്ങൾ കേട്ടിരുന്നു മിസ്സിന്റെ ക്ലാസ്, അത്രയ്ക്ക് ഇഷ്ടമാണ്. നമുക്ക് 1 മണിക്കൂർ ക്ലാസ് ഉള്ളതാണ്. കാരണം ഇതാകുമ്പോൾ 1-1.5 മണിക്കൂർ. നമ്മൾ സ്കൂളിൽ തന്നെ 1 മണിക്കൂർ കഴിയുമ്പോഴേക്ക് പെട്ടെന്ന് പഠിച്ച ടൈമിൽ 1 മണിക്കൂറിന്റെ ക്ലാസ് ഉള്ള പെട്ടെന്ന് തീർന്നു പോകും. നെക്സ്റ്റ് ഫ്രൈഡേ മിസ്സിന്റെ ക്ലാസ്സിന് വേണ്ടി നമ്മൾ കാത്തിരിക്കും. ഇതേ ക്ലാസ് ഇന്നലെ തന്നെ നിലമ്പൂരിന്റെ കുറച്ചാൾക്ക് എഴുതാനും പറ്റുള്ളൂ. മോളെ കൊണ്ട് ഹോസ്പിറ്റലിൽ രാത്രി 1:30-2 മണിയാ ആളെയും കൊണ്ട് വന്നു. ഇപ്പൊ ആളെ ഒരു സൈഡിൽ ഇരുത്തിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് കേൾക്കാനായിട്ടിരുന്നത്. ഞാൻ എന്നെ ശ്രദ്ധിച്ചോളാം. താങ്ക് യു ഫോർ റിമൈൻഡിങ് മീ ഓൾ ദീസ് തിങ്സ്. ഞാൻ മിസ്സിനെ കുറ്റം പറഞ്ഞതല്ല. അല്ല, ഞാൻ ആലോചിക്കുക എനിക്ക് ഭയങ്കര പ്രൈവസിയാ വീട്ടിൽ പകലേ ഞാൻ അതേ ഓർത്തുള്ളൂ. നിങ്ങളുടെ കാര്യമൊക്കെ കൂടെ ഞാൻ ഓർക്കേണ്ടതായിരുന്നു. ഇങ്ങനെയുള്ളൊരു പ്രശ്നം ഉള്ളതുകൊണ്ടാ മേളില് പെർമിഷൻ വാങ്ങിച്ചിരിക്കുകയാണ്. 5th അവർ എനിക്ക് ഇടല്ലേ, എനിക്ക് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ 5th അവർ അതുകൊണ്ട് ഒഴിവാക്കും കഴിവതും. പിന്നെ ഒട്ടും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ പറയുള്ളൂ പോന്നീതു റെക്കോർഡർ ഉണ്ടല്ലോ അത് കാണാം എന്ന് പറയുന്നത്. കഴിവതും 5th എന്നെ ഒഴിവാക്കും. അപ്പോഴും നമ്മൾ അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുമ്പോ ഇങ്ങനത്തത് മാത്രം ആവുമ്പോഴത്തേനും മിസ്സേ അത് ആ ഒരു അവർ പോവുകയാണല്ലോ. അതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ മിസ്സേ. ലാസ്റ്റ് 10 to 15 മിനിറ്റ്സ് ഡൗട്ട് ക്ലിയർ. ഞാൻ മറന്നുപോയാൽ മിസ് ഇപ്പൊ പറയുന്ന വർക്കുകൾ തന്നെ നമ്മൾ കൃത്യമായിട്ട് ആ പറയുന്ന സ്പോട്ടിൽ ഞങ്ങൾ എഴുതി വെച്ച് അത് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഇന്ന ആർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ പരസ്പരം ചോദിക്കും ഇന്നതെന്താണ് അപ്പോഴാണ് ക്ലിയർ ചെയ്ത് പോകും നമ്മള്. വെരി ഗുഡ്. Okay, then form the committee and ask for the instructions. Okay, then bye. Thank you so much. Thank you so much. Thank you for support. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. മാവെ കളിപ്പിക്കുകയാണോ?